നമ്മുടെ ഫുഡ് കൾച്ചറിനെക്കാട്ടും കംപ്ലീറ്റ്ലി വേറൊരു ഫുഡ് കൾച്ചറിൽ അങ്കമാലി എന്നാണ്. ട്രിവാൻഡ്രത്തെ നമുക്ക് അവിടുത്തെ ഫുഡ് ഇഷ്ടമല്ല. ടേസ്റ്റിലും ഞങ്ങളുടെ സദ്യ തന്നെ ഡിഫറൻസ് ആണ്. ചിക്കനും മീനും നമ്മുടെ അവിടെ ഇല്ല. നമ്മുടെ മലപ്പുറം ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെയിൻലി മീറ്റ് ഓറിയന്റഡ് ആണ്. സാമ്പാറിൽ കടുകൊക്കെ ഇടുവോ? സാമ്പാറിൽ കടുക് ഇടുവോ? ഹരി അവിടെ പോർക്ക് വെച്ച് ഓരോ പരിപാടി ചെയ്യും. ചക്ക പോർക്ക്, കപ്പ പോർക്ക്, കൂർക്ക പോർക്ക്, ഇവന്റെ കുറെ ഐറ്റംസ് ഉണ്ട്. ഇതേമാതിരി ബീഫ് കഴിക്കുന്ന വീഡിയോയിൽ താഴത്ത് വന്നിട്ട് ആൾക്കാർ പറയും ഇതിങ്ങനെയല്ലേ അതങ്ങനെയല്ലേ. പോർക്ക് കഴിക്കുന്ന വീഡിയോയിൽ താഴത്ത് വന്നിട്ട് പറയും ഇതിങ്ങനെയല്ലേ അതങ്ങനെയല്ലേ എന്ന്. ഒരാളുടെ ഫുഡിലൊന്നും ഒരിക്കലും നമുക്ക് അഭിപ്രായമില്ല. ഞാൻ എന്ത് കഴിക്കണം എന്നുള്ളതിൽ ഒരാളും അത് ഒരു കാരണം വെച്ചും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അങ്കമാലി ഡയറീസിൽ ഒരു സീൻ ഉണ്ടാവും. ഇവര് കല്യാണത്തിന് ഫുഡ് ഓർഡർ ചെയ്യാൻ പോകും. ഫുഡ് ഓർഡർ ചെയ്യാൻ പോകുമ്പോ പറയും നമുക്ക് പോർക്ക് വെക്കാ, ബീഫ് വെക്കാ, ചിക്കൻ വെക്കാറ്. അപ്പൊ പറയും പച്ചക്കറി കഴിക്കുമ്പോ ബീഫിന്റെ കൂടെ വെക്കാം, പോർക്കിന്റെ കൂടെ കൂർക്കടാ. അതേമാതിരി ട്രിവാൻഡ്രത്ത് മറ്റേ സാധനം പോപ്പുലർ അല്ലേ, ബോളി. അത് വേറെ എവിടെ ഇല്ലല്ലോ അല്ലേ? അത് വേറെ ഉണ്ടോ? എവിടെ ഉണ്ടോ കേരളത്തില്? ഇല്ലല്ലോ. അത് ശരിക്കും ഇന്ത്യ മൊത്തം ഉള്ള ഒരു സാധനമാണ് ബോളി. ഭയങ്കര റെസിപ്പി ബാഡ് ട്രെൻഡിങ് ആയിരുന്നില്ല അങ്കമാലി മാങ്ങാക്കറി പറഞ്ഞിട്ട്. അതെ അതെ, അത് നൈസ് ആയിട്ടാണ്. അതൊരു ഹൈപ്പി എന്ന് പറയാൻ അതിന് ഇൻഗ്രീഡിയൻസ് ഭയങ്കര കുറവാ. പൊടികളായിട്ട് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇത്ര ഉള്ളു പൊടിയായിട്ട്. തേങ്ങാപ്പാല് ആണ് അതിന്റെ ഒരു ഇത്. തേങ്ങാപ്പാലും വിനാഗിരും വന്നുകഴിയുമ്പോൾ ഒരു മധുരവും പുളി, പച്ചമുളക്, സവാള, ചെറിയ ഉള്ളി, അത്ര ഉള്ളു. പിന്നെ കടുക് പൊട്ടിക്കും. ഹായ് ഗൈസ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഹോളി ഹാബിറ്റാറ്റ്. ഇന്ന് നമുക്ക് നമ്മുടെ രണ്ട് ഫ്രണ്ട്സാണ് ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത്. ഗസ്റ്റായിട്ട് മിസ്റ്റർ അഭിലാഷ് ഗീത രവീന്ദ്രൻ, ഓൾ ദ വേ ഫ്രം ട്രിവാൻഡ്രം. ആൻഡ് ദെൻ വി ഹാവ് നമസ്കാരം മിസ്റ്റർ ഹരികൃഷ്ണൻ അയ്യപ്പൻകുട്ടി ഫ്രം അങ്കമാലി. അപ്പോൾ നമ്മള് എപ്പോഴും ഉള്ള കോൺവെർസേഷൻസ് ആണ്. കാരണം ഞാനും നൗഫലും ഷഹീനും നമ്മൾ മലബാർ റീജിയനാണ്, മലപ്പുറം റീജിയനിലാണ്. ഹരി നമ്മുടെ ഫുഡ് കൾച്ചറിനെക്കാട്ടും കംപ്ലീറ്റ്ലി വേറൊരു ഫുഡ് കൾച്ചറിൽ അങ്കമാലി എന്നാണ്. ട്രിവാൻഡ്രത്തെ നമുക്ക് അവിടുത്തെ ഫുഡ് ഇഷ്ടമല്ല. അപ്പോൾ ഭയങ്കര ഒരു എന്താ പറയാ, അതൊരു യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും താമസിക്കാൻ നമ്മുടെ ഫുഡും ഒക്കെ ഭയങ്കര ഡിഫറൻസാണ്. അപ്പൊ ഇന്ന് നമ്മുടെ ടോപ്പിക്കും അത് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം നിങ്ങളെ തന്നെ ഒന്ന് വേണമെങ്കിൽ. പറഞ്ഞല്ലോ, എൻ്റെ പേര് അഭിലാഷ് എന്നാണ്. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് വന്നത്. അപ്പോൾ ഇവരെ പോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല, നോർമൽ ആൾക്കാരാണ്. അതെ, അത് എല്ലാവർക്കും പറയാനുള്ള പ്രാരാബ്ധ കഥകൾ. നമ്മൾ നാട്ടിൽ നിൽക്കുന്നു, യൂറോപ്പിലേക്ക് ചലിക്കുന്നു, പിന്നെ ഇവിടത്തെ പണികൾ, പിന്നെ ഇവിടെ ഒരു വിധം സെറ്റിലായി വരുന്നു, ആ കോൺസെപ്റ്റ്. ഓക്കെ, ഹരിനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോട്ടെ. മിസ്റ്റർ ഹരി, ടെൻഷനൊന്നും വേണ്ട, കട്ടാക്കിക്കോളാം. അപ്പോ ഞാൻ ഹരി, ഞാൻ ഹരി, അങ്കമാലിയാണ് നാട്. അപ്പൊ ഇവിടെ ഇതേപോലെ തന്നെ ഒരുപാട് നാൾക്ക് മുമ്പ് വന്നു. നമ്മളൊക്കെ ഏകദേശം ഒരേമാതിരി 7-8 വർഷം 17 വന്നു. നിങ്ങക്ക് രണ്ടാക്കും മുന്നേ അറിയണ്ടേ? നമ്മള് എംബസിയിലല്ല, മറ്റേ കോൺസുലേറ്റിൽ വിസക്ക് വേണ്ടിയിട്ട് പോയപ്പോഴാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. ഞാനന്ന് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, ഹരിയുടെ ഫോണില് ഷഹീൻ ഏജന്റ് എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്പർ. എന്തായിരുന്നു ഈ ഏജൻസി നടത്തിയിരുന്നത്? ഏജൻസി നടത്തിയത് കറൻസി ചേഞ്ചിങ്, ട്രാഫിക്കിൽ ഇവരെ കണ്ടവരുണ്ട്. നമ്മൾ ഓരോ സഹായങ്ങൾ ആൾക്കാർക്ക് ചെയ്തു കൊടുക്കുന്നു. പിന്നെ ഏജന്റ് എന്നുള്ള പേര് പറഞ്ഞു. ഇപ്പൊ വേറെ ഏജന്റ് ആയിരിക്കാം, ഐഡന്റിറ്റി മൂവി ഒക്കെ കണ്ട പോലത്തെ ഏജന്റ് എക്സ് ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഫുഡാണ് നൗഫലെ. അപ്പൊ നമ്മുടെ ഫുഡും ഇവരുടെ, നമുക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് തുടങ്ങാം. നമ്മുടെ ഫുഡുകൾ തമ്മിൽ ഭയങ്കര ഡിഫറൻസ് അല്ലേ ടേസ്റ്റിലും. ഞങ്ങളുടെ സദ്യ തന്നെ ഡിഫറൻസ് ആണ്. അതെ, കാര്യം ട്രിവാൻഡ്രത്തെ ഫുഡ് കുറച്ചും കൂടെ ഒരു വെജിറ്റേറിയൻ ഓറിയന്റഡ് ആണ്. അതെ, തമിഴ്നാട് കൾച്ചറിന്റെ നല്ലൊരു ഇൻഫ്ലുവൻസ് ഉണ്ട് അതിൽ. അപ്പോൾ മലബാർ സാധനങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നോൺ വെജിനായിരിക്കും മുൻതൂക്കം, എസ്പെഷ്യലി ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ. ചിക്കനും മീനും ഇല്ല ഇല്ല, അത് അങ്ങനെ നമ്മുടെ അവിടെ ഇല്ല. അത് ഞങ്ങളുടെ നാട്ടില്, നമ്മളെ സ്ഥലത്ത് ഞാൻ ചില സദ്യയിൽ ചിക്കൻ പൂരി ആയിട്ടൊക്കെ വെക്കുന്നതാണ്.
ഇപ്പൊ ഇല്ല അങ്ങനെ വയ്ക്കില്ല എന്നില്ല ട്രിവാൻഡ്രത്ത്. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ വെക്കുകയാണെങ്കിൽ ഈ നമ്മുടെ ഇഷ്ടത്തിന് എന്താണ് വെക്കാം, അതിലിങ്ങനെ ലിമിറ്റേഷൻസ് ഒന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം വെക്കാം. പക്ഷെ നമ്മളൊരു ഫംഗ്ഷൻ, കല്യാണം അങ്ങനെയുള്ളൊക്കെ വരുമ്പോഴത്തേക്കും ഞാനങ്ങനെ കണ്ടിട്ടില്ല നോൺ വെജ് അതിൽ വിളമ്പുന്നത്. കല്യാണം അല്ലെങ്കിൽ എന്ത് ഫംഗ്ഷൻ ആയിരുന്നല്ലോ, ഒരു സ്പെസിഫിക്കലി നമ്മളൊരു ഹിന്ദു ഫംഗ്ഷൻ ഒക്കെ ആണെങ്കിൽ ഒരു കാരണവശാലും വരില്ല. നമ്മളെ മലപ്പുറം ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെയിൻലി മീറ്റ് ഓറിയന്റഡ് ആണ്. കല്യാണം എന്ന് പറഞ്ഞാൽ ബിരിയാണി, നെയ്ച്ചോറ്, ഇപ്പൊ മന്തി, പല ടൈപ്പ് കടായി ചിക്കന്, അങ്ങനത്തെ ടൈപ്പൊക്കെ. ഇപ്പൊ അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ കല്യാണം നടത്തുന്നുണ്ടെങ്കിൽ അവര് മൊത്തം ആടിനൊക്കെ നിർത്തി ഗ്രിൽഡ് അങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളൊക്കെ ഒരുപാടുണ്ട്. പിന്നെ സീ ഫുഡ് അങ്ങനത്തെ ടൈപ്പ് സാധനങ്ങൾ. അപ്പോൾ നമ്മള് കൂടുതൽ മീറ്റ് ഓറിയന്റഡ് ആൾക്കാർ ഈറ്റിംഗ് ഒരു കൾച്ചർ നമ്മളവിടെ. പിന്നെ നമ്മുടെ അവിടെയും ഇവിടുത്തെ സദ്യയിലും എനിക്ക് വ്യത്യാസം തോന്നിയിട്ടുണ്ട്. നമ്മുടെ ഇപ്പൊ അവിടെ ജീരകം ചേർക്കുവോ കൂടുതൽ? എന്താണ് സദ്യയിലെ ചില കറികൾക്കൊക്കെ വേറെ ടേസ്റ്റ് തോന്നിയിട്ടില്ലേ? ഇപ്പൊ അബിയേട്ട ഇവിടെ ഓണത്തിന് നിങ്ങൾ സദ്യ ഫുള്ള് ഉണ്ടാക്കുന്ന സമയത്ത് ഫുഡിനൊക്കെ വേറൊരു ടേസ്റ്റ് ഉണ്ട്. സാമ്പാറിൽ കടുകൊക്കെ ഇടുവോ? സാമ്പാറിൽ കടുക് ഇടുവോ? ഞാൻ കേട്ടിട്ടുണ്ട്, കറക്റ്റ് ആണെന്ന് അറിയില്ല. നിങ്ങളെവിടെ സാമ്പാർ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് തേങ്ങ അരക്കും. ഇല്ല, ട്രിവാൻഡ്രത്ത് അതൊരു നമ്മുടെ തമിഴ്നാട് സ്റ്റൈലാണ്. തേങ്ങ അരക്കില്ല. അത് തേങ്ങ അരക്കാത്ത പരിപ്പും കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. പോഡ്കാസ്റ്റ് നടക്കുന്നുണ്ട് അവിടെ തൃശ്ശൂർ എങ്ങനെയാണ്? അപ്പൊ തൃശ്ശൂർ, എറണാകുളം ആ ഭാഗത്ത് എങ്ങനെയാണ്? തൃശ്ശൂർ, എറണാകുളം സാമ്പാറിൽ കടുകിടും. പിന്നെ സദ്യ എന്നുള്ളൊരു കൺസെപ്റ്റ് അത് റിലീജിയനായിട്ട് ഒരുപാട് ബന്ധപ്പെട്ടുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ കല്യാണമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അവിടെ റൈസ് ആയിട്ടുണ്ടാവും. റൈസ്, മാങ്കറി, പോർക്ക്, ബീഫ്, അങ്ങനെയാണ്. ഹിന്ദുസിന്റെ ആണെന്നുണ്ടെങ്കിൽ അമ്പലത്തിലൊക്കെ വെച്ചാണെന്നുണ്ടെങ്കിൽ വെജിറ്റേറിയൻ ആയിരിക്കും നോർമൽ സദ്യ. അല്ല, നമ്മുടെ ഒരു കാര്യം പറയണം, നമ്മുടെ അവിടെയും ഹിന്ദുസിന്റെ കല്യാണത്തിന് വെജിറ്റേറിയൻ ഫുഡ് തന്നെയാണ് കേട്ടോ, സദ്യ തന്നെയാണ്. അത് ക്ലാരിഫൈ ആണ് കേട്ടോ. കല്യാണങ്ങൾക്കൊന്നും പക്ഷെ ചില സ്ഥലത്ത് മീൻകറിയൊക്കെ. പക്ഷെ മലപ്പുറത്ത് ഞാൻ ഇതുവരെ മീൻകറിയുള്ള കല്യാണം കൂടിയിട്ടില്ല. റിസപ്ഷൻസ് ഉണ്ട്, കല്യാണങ്ങൾക്ക് സദ്യ തന്നെയാണ്. പിന്നെ അത് തന്നെ റിലീജിയൻ മുസ്ലിംസ് നമ്മുടെ അവിടെ കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവാ ഉണ്ട് എന്നാലും. പക്ഷെ പിന്നെ ഇത് ആൾക്കാർ ചൂസ് ചെയ്യണതാണ്. ഇപ്പൊ ഹിന്ദുസ് തന്നെ ചിലപ്പോ അമ്പലത്തിൽ വെച്ചല്ല പരിപാടി, വീട്ടിൽ വെച്ചാണ്, ഓഡിറ്റോറിയത്തിൽ വെച്ചാണെന്നുണ്ടെങ്കിൽ സാധനം മാറും. അതായത് സദ്യയോ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും ഇതേപോലെ മീറ്റൊക്കെ വന്നിട്ട് റൈസ് അങ്ങനെയൊക്കെ ആയിട്ട്. അവിടെ ഇപ്പൊ അടുത്ത് ഭയങ്കര റെസിപ്പി ട്രെൻഡിങ് ആയിരുന്നില്ല, അങ്കമാലി മാങ്ങാക്കറി എന്ന് പറഞ്ഞിട്ട്. അത് ഒരു നൈസ് ഐറ്റാണ്. അതൊരു ഹൈപ്പിനുള്ള സാധനമുണ്ട്. റെസിപ്പി എന്ന് പറയാൻ അതിന് ഇൻഗ്രീഡിയൻസ് ഭയങ്കര കുറവാ. ഇപ്പോ എന്താന്ന് വെച്ചാ പൊടികളായിട്ട് എനിക്ക് തോന്നുന്നു മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇത്ര ഉള്ളു പൊടിയായിട്ട്. പിന്നെ തേങ്ങാപ്പാല് ആണ് അതിൻ്റെ ഒരു ഇത്. തേങ്ങാപ്പാലും വിനാഗിരും വന്നു കഴിയുമ്പോൾ ഒരു മധുരവും പുളി, പിന്നെ പച്ചമുളക്, സവാള, ചെറിയ ഉള്ളി, അത്ര ഉള്ളു. പിന്നെ കടുക് പൊട്ടിക്കും. മാങ്ങ ഇടില്ലടാ, മാങ്ങ ഇടാറില്ല. അത് അല്ല, അത് ഭയങ്കര ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ. കല്യാണ തലേന്നാളാ അത്. അതാണ് തലേന്നായിരിക്കും അതിന്റെ പ്രിപ്പറേഷൻ, പിറ്റേ ദിവസത്തേക്ക് കൊടുക്കാൻ വേണ്ടിട്ട്. അത് ഒരു ഇതാണ്. അതായത് ആ മീറ്റിന്റെ കൂടെ അത് പറയുമ്പോ വേറൊരു കോമ്പിനേഷൻ. എന്ത് മീറ്റാണ് മീറ്റ്? ആ മാങ്കരയുള്ള കല്യാണങ്ങൾക്ക് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത് പോർക്ക് ഡ്രൈ ആയിട്ടുള്ളത് ഉണ്ടാവും. ചിക്കൻ 65 ആയിരിക്കും. ബീഫും ഇതേപോലെ റോസ്റ്റ് പോലുള്ളൊരു സെറ്റപ്പ്. പിന്നെ ഒരു അച്ചിങ്ങത്തോരൻ, പിന്നെ ഒരു ക്യാബേജ്. അച്ചിങ്ങാന്ന് പറഞ്ഞ പയറാണ് കേട്ടോ. പിന്നൊരു നമ്മുടെ നാട്ടിലെ അച്ചിങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ തേങ്ങയുടെ മെച്ചിങ്ങാന്നും പറയാതെ നമ്മുടെ അവിടെ അച്ചിങ്ങ അതന്നെ. അത് പിന്നെ അങ്ങനെ 1-2 ടൈപ്പ് തോരൻ. പിന്നെ ഒരു ഇതേപോലെ മീൻകറി ഉണ്ടാവാറുണ്ട് അതിന്റെ കൂടെ. അതാണ് ഒരു കല്യാണ തലേന്ന് ഫുഡ്. കല്യാണ തലേന്നല്ലടാ, കല്യാണത്തിന്റെ അന്ന്. അതാണ് തലേന്ന് ഇതേപോലെ കപ്പ, മറ്റേ
വെട്ടിക്കൂട്ട് നെറ്റും ബോൾട്ട് അങ്ങനത്തെ നെറ്റും ബോൾട്ട് എന്ന് പറഞ്ഞാൽ അതായത് കോഴിയുടെ parts. ചിക്കൻ പാർട്സ് ചിക്കൻ പാർട്സ് അങ്ങനത്തെ ഒരു ടൈപ്പാണ് തലേന്ന്. ഹരി അന്നൊക്കെ അങ്ങനെ അറിയാം. അനന്തിനോട് പറയും, എടാ ഹരി പോർക്ക് വെച്ച് സാധനം സെറ്റ് ചെയ്യും, പോർക്ക് വെച്ച് കഴിക്കും. അപ്പൊ നമ്മളവിടെ അങ്ങനെ പോർക്ക് വാങ്ങി കഴിക്കാറില്ലേ, ഉണ്ടാക്കില്ലല്ലോ നമ്മളവിടെ ഇല്ല. കാരണം മലപ്പുറം ജില്ലയില് കൂടുതൽ മുസ്ലിം പോപ്പുലേഷൻ കൂടുതലായതുകൊണ്ട് ഒബ്വിയസ്ലി അവൈലബിലിറ്റി ഇല്ല. അപ്പൊ ഞാൻ പോളണ്ടിൽ വന്ന ഉടനെ ഇങ്ങനെ അന്തു പറഞ്ഞിട്ട് നമ്മുടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട്. അപ്പൊ അവൻ പറയും, ഹരി അവിടെ പോർക്ക് വെച്ച് ഓരോ പരിപാടി ചെയ്യും. എന്നിട്ട് ഞാൻ പിന്നെ ഇവനെ പരിചയപ്പെട്ടപ്പോ ചക്ക പോർക്ക്, കപ്പ പോർക്ക്, കൂർക്ക പോർക്ക്, ഇവന്റെ കുറെ ഐറ്റംസ് ഉണ്ട്. ഇതേമാതിരി ചക്കയും പോർക്കും കഴിച്ചിട്ടില്ല, കഴിച്ചിട്ട് കോമ്പിനേഷൻ അല്ലേ? അത് ഭയങ്കര എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ. പച്ചച്ചക്ക ഇടിച്ചക്കല്ലേ, കപ്പ മാതിരി. അതന്നെ, ആ കപ്പയുടെ പോലത്തെ ഒരു സെറ്റപ്പാണ്. കപ്പയും ബീഫും ആ ഒരു ടൈപ്പ് സെറ്റപ്പാണ്. കൂർക്കയും പോർക്കിന്റെ കൂടെ പോകും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇങ്ങനത്തെ ഫുഡൊക്കെ റെസ്റ്റോറൻറ്റ്സിലും അവിടെ അവൈലബിൾ ആണ്? ചക്ക പോർക്കൊന്നും കിട്ടില്ല, അതൊക്കെ വീട്ടില് തന്നെയുള്ള ഒരു സെറ്റപ്പാണ്. അങ്കമാലി ഡയറീസില് ഒരു സീൻ ഉണ്ടാവും. ഇവര് കല്യാണത്തിന് ഫുഡ് ഓർഡർ ചെയ്യാൻ പോകും. ഫുഡ് ഓർഡർ ചെയ്യാൻ പോകുമ്പോ പറയും, നമുക്ക് പോർക്ക് വെക്കാ, ബീഫ് വെക്കാ, ചിക്കൻ വെക്കാറ്. അപ്പൊ പറയും പച്ചക്കറി കഴിക്കുമ്പോ ബീഫിന്റെ കൂടെ വെക്കാ, കായട, പോർക്കിന്റെ കൂടെ കൂർക്കടാ. അപ്പൊ ഇവരെ സൈഡും മീറ്റ് ഈറ്റേഴ്സ് ഇപ്പൊ നമ്മളാണെന്നുണ്ടെങ്കിലും പുറത്തുനിന്ന് കഴിക്കണത് കൂടുതൽ മീറ്റ് ആയിരിക്കും. ഊണൊന്നും മേടിച്ച് ഊണാണെങ്കിൽ ഒരു മീൻ വറുത്തെങ്കിലും ഉണ്ടാവും. മീറ്റ് ഉണ്ടാവും. മീറ്റ് കമ്പാരിറ്റീവ്ലി കഴിക്കൽ കൂടുതലാണ്. ട്രിവാൻഡ്രത്ത് എന്താ ഒരു ഐക്കോണിക് ഡിഷ്? ഐക്കോണിക് ഡിഷ് എവിടെ പോയാലും സദ്യ തന്നെ ആയിരിക്കും എപ്പോഴും. ഉച്ചയ്ക്ക് ഊണ് അത് തന്നെയായിരിക്കും ട്രിവാൻഡ്രത്ത്. പിന്നെ അതിന്റെ കൂടെ ഫിഷ് കറീസോ മീൻ പൊരിച്ചതോ അല്ലെങ്കിൽ ചിക്കൻ കറിയൊക്കെ ഭയങ്കര കോമൺ ആയല്ലോ ഇപ്പോൾ. അപ്പോൾ അതില്ല. പിന്നെ നമുക്കിപ്പോൾ ട്രിവാൻഡ്രത്ത് 1-2 ഫുഡ് സ്പോട്സ് ഉണ്ട്. ഈ അത്ര വലിയ എസ്റ്റാബ്ലിഷ്ഡ് ആയ കട ഇതൊന്നും ആയിരിക്കില്ല, കുഞ്ഞു കടകളായിരിക്കും. അവിടെ ഒരു ലിമിറ്റഡ് അവൈലബിലിറ്റി ഉള്ള, ഇപ്പോൾ നമുക്ക് കരമന എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മട്ടൺ കിട്ടുന്ന സ്ഥലമുണ്ട്, കൊച്ചണ്ണൻ്റെ കട. അതെന്ന് പറയുന്ന ഒരുപാട് പഴയ ഒരു കടയാണ്. അപ്പോൾ ഇതിൽ ഇരിക്കാനൊന്നും അധികം സ്പേസ് ഇല്ല. ഒരു 10 പേർക്കൊക്കെ കഷ്ടിച്ചിരിക്കാം. ഇവിടെ അവർക്കൊരു സ്പെഷ്യൽ മട്ടൺ വരട്ടോ അങ്ങനെ ഒരു ഫ്രൈ എന്ന് പറയാൻ പറ്റില്ല, ഗ്രേവി ഇല്ല, ഒരു പെരട്ട് സെറ്റപ്പ്. അപ്പൊ ഞാൻ കഴിച്ചിട്ടുണ്ട്. ഞാൻ പെരട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കറിയല്ല, കറിനെ ഡ്രൈ ആക്കിയത്. അപ്പൊ ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് മട്ടണാണ്. ക്വാണ്ടിറ്റി ഭയങ്കര കുറവായിരിക്കും, അത്രയൊന്നുമില്ല. ഒരു 3 പീസൊക്കെ ഞാൻ കഴിക്കുന്നപ്പോൾ ഒരു 5 കൊല്ലം മുന്നേ, ഇവിടെ വരുന്നതിന് മുന്നേ. അപ്പോൾ എത്ര 120 അങ്ങനെ എന്തോ ആയിരുന്നു. പക്ഷെ അത്രയും ടേസ്റ്റ് ഉള്ള സാധനം എന്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടില്ല. ട്രിവാൻഡ്രത്ത് മറ്റേ സാധനം പോപ്പുലർ അല്ലേ, ബോളി? അത് വേറെ അത് വേറെ ഉണ്ടോ, എവിടെ ഉണ്ടോ കേരളത്തില്? ഇല്ലല്ലോ. അത് ശരിക്കും ഇന്ത്യ മൊത്തം ഉള്ള ഒരു സാധനമായി ബോളി. നമ്മൾ ഈ ട്രിവാൻഡ്രത്തിൽ ബോളി നമ്മളെ മഹാരാഷ്ട്രയിലെ മെയിൻ സാധനമാണ്. ഹിസ്റ്ററി അതിനെ കുറിച്ച് എനിക്ക് കറക്റ്റ് അറിയില്ല സത്യം പറഞ്ഞാല്. ഈ സാധനം മഹാരാഷ്ട്രയിലുണ്ട്. മഹാരാഷ്ട്രയിൽ പൂരൻ ബോളി എന്നാ പറയുന്നേ, പൂരൻ ബോളി. ഈ സാധനം എങ്ങനെ ട്രിവാൻഡ്രത്ത് എത്തിന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഇത് പണ്ട് തൊട്ട് ഞാൻ ജനിച്ച കാലം തൊട്ട് ഈ സാധനം ട്രിവാൻഡ്രത്ത് ഉണ്ട്. അതെ, അത് ഇത് അന്നത്തെ സദ്യയിൽ ഇത് ഒരു കോമൺ ആയിട്ടുള്ള സാധനം. ഡെസേർട്ട് വേണ്ടി ലാസ്റ്റ് പാൽപ്പായസത്തിന്റെ കൂടെയാണ് ഈ സാധനം. അതായത് ട്രിവാൻഡ്രത്തെ സദ്യക്ക് എപ്പോഴും 3 പായസം കാണും. അടപ്പായസം, കടല പായസം, പിന്നെ ഈ അരിയോ അല്ലെങ്കിൽ സേമിയോ ഇട്ടിട്ടുള്ളൊരു പാൽപ്പായസം. അപ്പം ഇതിനെല്ലാത്തിനും ഒരു സൈഡ് വേണം. ഇതൊരു ഫ്ലോയി ഐറ്റംസ് അല്ലേ, അപ്പം നമുക്കത് കൈകൊണ്ടെടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡ് ഐറ്റം. അപ്പം അതിൽ പപ്പടം, പഴം, പിന്നെ ഈ പാൽപ്പായസത്തിൽ പപ്പടവും പഴവും ഒരു സുഖമില്ലല്ലോ, അതിനു വേണ്ടി വന്നതാണ് ഈ ബോളി. പണ്ടൊക്കെ ബോളിക്ക് പകരം ബൂന്തി എന്ന് പറഞ്ഞ സാധനം കിട്ടുമായിരുന്നു, സാധനം അത് കിട്ടുമായിരുന്നു. പക്ഷെ ഈ ബോളി ഇപ്പൊ അങ്ങ് കയറി പവർഫുൾ ആയി. അപ്പൊ അങ്ങ് കയറി കൊളുത്തി. അപ്പോ ഇപ്പൊ അത് ഒരു മാൻഡേറ്ററി സാധനമായി മാറിയിട്ടുണ്ട് എല്ലായിടത്തും. പിന്നെയാണ് ഈ നമുക്ക് ട്രിവാൻഡ്രത്ത് മഹാബോളി എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡ് അവർ തുടങ്ങി. അപ്പോൾ ഇതിങ്ങനെ പ്രൊമോട്ടായി സോഷ്യൽ മീഡിയ ഒക്കെ കുറച്ചും കൂടെ ആയപ്പോഴത്തേക്കും ഇതൊരു വലിയ സിഗ്നേച്ചർ ഡിഷായി മാറി ട്രിവാൻഡ്രത്തെ. അപ്പോൾ സിഗ്നേച്ചർ ഡിഷ് അല്ലാന്ന് ഞാൻ പറയുന്നില്ല,
ബട്ട് നമ്മൾ അത് ഒത്തിരി കോമൺ ആണ്, ഒത്തിരി പഴയ ഡിഷ് ആയിരുന്നിട്ടും ഈ അടുത്ത കാലത്താണ് അത് അത്ര വലുതായിട്ടൊരു ട്രെൻഡായി മാറിയത്. തിരുവനന്തപുരത്ത് വേറെ പലഹാരങ്ങൾ, പിന്നെ ഞാൻ മലപ്പുറത്ത് നിന്ന് വരുന്നോണ്ട് ഞങ്ങൾക്ക് പലഹാരങ്ങൾ പറഞ്ഞാൽ ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് കാര്യം ഞങ്ങളെ കുസിനില്. അപ്പോ ശരിയാ, വളരെ ശരിയാ. അപ്പൊ തിരുവനന്തപുരത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സ്പെഷ്യൽ ആയിട്ട് വരാൻ? അങ്ങനെ നമുക്കിങ്ങനെ ട്രിവാൻഡ്രത്ത് മാത്രമേ കിട്ടുള്ളൂ അങ്ങനെ പറയുന്ന ഒരു ഐറ്റം എനിക്കറിയില്ല. അവിടെ കൂടുതലും എന്താ പറയുന്ന ഈ ഉണ്ണിയപ്പം, നെയ്യപ്പം, മുറുക്ക് ഐറ്റംസ്, അച്ചപ്പം, അങ്ങനത്തെ ഐറ്റംസാ. ഞാൻ എന്താ പറയുക, ഒരു കോളേജൊക്കെ ആയതിനു ശേഷം അപ്പം നമുക്ക് കുറച്ചും കൂടെ വലിയൊരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് വന്നു ഈ മലപ്പുറത്ത് നിന്ന്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് നിങ്ങൾക്ക് ഈ പഴം നിറച്ചത്, അല്ലെങ്കിൽ അവിടെ കായ്പോള, ഉന്നക്കായ, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കാം ഈ സാധനം. അപ്പോൾ അവർ ഈ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ കൊണ്ടുവരും പിള്ളേരെ. അപ്പോഴാണ് ഞാൻ ഫസ്റ്റ് കഴിക്കുന്നത്. അത് നമുക്കൊരു സെപ്പറേറ്റ് ചെയ്താണ്. അത് ശരിക്കും ബ്രേക്ക്ഫാസ്റ്റിന് ഇക്വലന്റ് ആണ് നിങ്ങളുടെ ഒരു മീലാണ്. പക്ഷെ ട്രിവാൻഡ്രത്തെ ഇതുപോലുള്ള പലഹാരം ഐറ്റംസ് ഒക്കെ കൂടുതലും നമുക്കൊരു ചായയുടെ കടി എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ തമിഴ്നാടിന്റെ സൗത്ത് തമിഴ്നാട് പോയി കഴിഞ്ഞാൽ ട്രിവാൻഡ്രമായിട്ട് വലിയ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യില്ല. ഭയങ്കര മിക്സ്ഡ് ആണ്. അതിന് കുറച്ചും കൂടെ അവിടെ പല സ്ഥലത്തും ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് ട്രിവാൻഡ്രം പോയത്. അപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവരെ കാണാൻ പോയപ്പോ പല ബോർഡുകളും തമിഴില്, മാർത്താണ്ഡ ഭാഗത്തൊക്കെ നമ്മൾ പോയത് ഓർമ്മല്ലേ? അത് വേറൊന്നുമല്ല, അതായത് ഈ രണ്ട് ഭാഗത്തും നമ്മുടെ ഒരു ബോർഡർ ഭാഗം അടുപ്പിച്ച് വരുമ്പോഴത്തേക്കും തമിഴ് പോപ്പുലേഷനും മലയാളി പോപ്പുലേഷനും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതലാണ്. അപ്പോൾ അവർ ഈ എന്താ പറയുക, ഒരു ഇന്റർ സ്റ്റേറ്റ് മാരേജസ് കൂടുതലായിരിക്കും. മലയാളിയാണ് എന്ന തമിഴനുമാണ്. കാസർഗോഡ് ഭാഗത്താണെന്നുണ്ടെങ്കിൽ അവിടുന്ന് കർണാടക ഭാഗത്തേക്ക് അവർ അങ്ങനെ ടച്ച് ഉണ്ട്. അവരുടെ ഫുഡും ഒരു മിക്സ് ലാംഗ്വേജ്, അവരുടെ ലാംഗ്വേജും മിക്സ്ഡ് അപ്പ് ആണ് കുറച്ച്. അതുപോലെ എനിക്ക് ചോദിക്കാനുള്ള ബിരിയാണിക്ക് നിങ്ങൾ ഇൻഫ്ലുവൻസ് എന്തെങ്കിലും ഉണ്ടോ? അതായത് തമിഴ്നാട് ടൈപ്പ് ബിരിയാണിയാണ് അവിടെ കൂടുതൽ? അതെ, കൂടുതലും അതെ. ഈ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ മലബാർ സ്റ്റൈൽ തന്നെയാണ്. ഒബ്വിയസ്ലി പലരും ഇതുണ്ടല്ലോ, അതായത് ഇപ്പൊ അടുത്തൊരു റീൽ ഇപ്പൊ ഞാൻ കണ്ടു, അവിടെ അവര് നെയ്ച്ചോറും ചിക്കൻ കറിയും മിക്സ് ആക്കിയിട്ട് ബിരിയാണി എന്ന് പറയണ ആ ഒരു സാധനം. അത് ഒരു കാലം വരെ അതായിരുന്നു, സത്യമാണത്. അതിപ്പോ ചിലവർ അംഗീകരിക്കും, ചില ആൾക്കാർ അംഗീകരിക്കില്ല. എന്തായാലും ഞാൻ ഈ ടേസ്റ്റ് അനുസരിച്ച് അതെ അതെ, ഓരോരുത്തർക്കും ഓരോ ഇതാണ് കറക്റ്റ് ബിരിയാണി നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം ഈ ബിരിയാണി എന്ന് പറയുന്ന സാധനമേ നമുക്ക് ഓതന്റിക് ആണ് എന്ന് നമുക്ക് ഒരിക്കലും അവകാശപ്പെടാൻ പറ്റില്ല ഇന്ത്യക്കാർക്ക്. കാര്യം ഇത് ഇന്ത്യയുടെ ഡിഷ് അല്ല. ഇന്ത്യയിലേക്ക് വന്ന സാധനത്തിന് നമ്മൾ ഇന്ത്യയിലെ സാധനങ്ങളൊക്കെ ഇട്ട് ഒന്ന് എന്റെ അറിവനുസരിച്ചിട്ട് ഇതൊരു പേർഷ്യൻ ഡിഷാണ്. അത് മുഗൾസ് നമ്മൾ ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇന്ത്യയുടെ ഫ്ലേവേഴ്സും കൂടെ എല്ലാം ആഡ് ചെയ്ത് ബിരിയാണി ആയതാണ് ആ കോൺസെപ്റ്റ്. അതായത് നമ്മൾ ഇന്ന് കാണുന്ന പേര് അതിപ്പോ അതായത് ബിരിയാണിച്ചോ അങ്ങനെ എന്തോ പറഞ്ഞ റൈസ്, അതായത് ഈ നമ്മുടെ ഒരു അങ്ങനെ എന്തോ ഒരു പേരാണ്. അത് കഴിഞ്ഞിട്ട് ഈ പേരിന് ഇക്വലന്റ് ആയിട്ടാണ് ഫ്രൈഡ് എന്നുള്ളൊരു മീനിങ്ങും ഉണ്ട്. എനിക്ക് തോന്നുന്നത് അറബിക്കിലായിരിക്കും. അപ്പൊ അതിൽ നിന്ന് വന്നൊരു പേര്, അത്രേ ഉള്ളൂ. അത് നമ്മൾ ഈ ഒരു എപ്പോഴും നമ്മളൊരു ലാംഗ്വേജ് മിക്സപ്പ് ആവുമ്പോഴത്തേക്കും എവിടെ നിന്നാണ് കറക്റ്റായി പേര് വന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവരും അവകാശപ്പെടും ഞാനിത് പണ്ട് ചെയ്തിട്ടുണ്ട്, ഇതിലൊന്നും ഒരു പ്രൂഫില്ല. നമുക്ക് ഇപ്പൊ നമുക്ക് ചെന്ന് പറയാൻ പറ്റില്ല. ഇതൊരു ഭയങ്കര അൺബിലീവബിൾ സംഗതിയല്ലേ? അതായത് നമ്മുടെ കൾച്ചർ ട്രാവൽ ചെയ്യുന്ന പോലെ തന്നെ ഫുഡ് ഒരു മെയിൻ കൾച്ചറിന്റെ ഒരു മെയിൻ ഇതാണ്, മെയിൻ തിങ് ആണ് ഫുഡ്. അത് ട്രാവൽ ചെയ്യാണ്, അത് എത്രയോ സ്ഥലങ്ങളിൽ എത്തണം, എവിടേക്കേ പോകുന്നു, പല ആൾക്കാർ കഴിക്കുന്നു, പല ആൾക്കാർ ഇഷ്ടപ്പെടുന്നു, ചില ആൾക്കാർ അത് ഏറ്റെടുക്കുന്നു. ഇപ്പോൾ ബിരിയാണി നമ്മുടെ നാട്ടിലിപ്പോൾ റീസെന്റ് വന്നു, മന്തി വന്നു, ഇപ്പോൾ ഏർലിയർ ബിരിയാണി വന്നു. പല ഡിഷസും നമ്മളുടേതല്ല, പക്ഷെ നമ്മളത് ഏറ്റെടുത്ത് നമ്മളുടെ ഡിഷ് പോലെ ആക്കിയെടുത്തു. ഇപ്പോൾ ഇടിയപ്പം ആക്ച്വലി സ്റ്റീംഡ് പിറോഗി ടൈപ്പ് മോമോസ് പിറോഗി ഉണ്ട്, ഡംപ്ലിങ്സ് ഉണ്ട്. അത് വേൾഡ് വൈഡ് പല പേരിലുണ്ട്. എല്ലാരും പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ ഡിഷ് എന്ന് പറഞ്ഞു. ഇപ്പൊ പോളണ്ടിൽ പിറോഗി എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഡിഷ്, നമ്മുടെ നാട്ടില് മോമോസ്, വേറെ ഡംപ്ലിങ്സ്, ചൈനീസ് ഡംപ്ലിങ്സ്. ഈ നേപ്പാളാണ് ആക്ച്വലി മോമോസ് ഇന്ത്യക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് പറഞ്ഞത്. അങ്ങനെ എല്ലാ നാട്ടിലും ശർക്കര, തേങ്ങ നമ്മുടെ നാട്ടിൽ പുകയാണെന്ന് പറയും. അപ്പോ ഒരുപാട് ഫുഡുകൾ ട്രാവൽ ചെയ്തിട്ട് അത്
അറിയില്ല എന്ന് വന്നു, ഇത് എങ്ങനെ വന്നു എന്ന് അറിയില്ല. ഇപ്പൊ ഞാൻ റീസെന്റ് ശ്രീലങ്ക വിസിറ്റ് ചെയ്തപ്പോ അവിടെ നമ്മുടെ അപ്പല്ലേ, അപ്പം സാധാ അപ്പം, അതിനവിടെ പറയുന്നത് ഹോപ്പസ് എന്നാ നമ്മുടെ അപ്പം. എന്നിട്ട് അവിടെ ഒരു ഡെലിക്കസി അത്. പിന്നെ സ്ട്രിങ് ഹോപ്പസ് എന്ന് പറഞ്ഞ സാധനം, ഇടിയപ്പം, സെയിം സാധനം. ഇടിയപ്പം നമ്മളുടെ അല്ല, അത് വേറെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ സ്റ്റീമിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മുടെ ഇന്ത്യക്കാരുടെ അല്ല. അത് ബേസിക്കലി കൊണ്ടുവന്നത് വേറെ ജാപ്പനീസോ അങ്ങനെയുള്ള ഒരു മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്ത സാധനങ്ങളാണ്. അതുപോലെ ഈ ഇഡ്ഡലി എന്ന് പറയും, ഫെർമെന്റേഷൻ നമ്മുടെ അല്ല, അത് ശരിക്കും പറഞ്ഞാൽ ഇന്തോനേഷ്യൻ സാധനമാണ് ഫെർമെന്റേഷൻ. അങ്ങനെ ഈ ഇഡ്ഡലിയും ദോശയൊക്കെ ബേസിക്കലി നമ്മുടെ അല്ല. അതായത് നമുക്ക് ഇന്തോനേഷ്യ ആയിട്ട് നമുക്ക് നമ്മുടെ തമിഴ് രാജാക്കന്മാർക്ക് അല്ലെങ്കിൽ കേരള അന്നത്തെ കാലത്തെ നല്ല ബന്ധം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇവര് കല്യാണം കഴിച്ച് അവിടെ നിന്ന് ആൾക്കാരെ കൊണ്ടുവരും. അപ്പം അവിടെ നിന്ന് ഇന്തോനേഷ്യയിൽ നിന്ന് കല്യാണം കഴിച്ച് കൊണ്ടുവന്ന ലേഡീസ് അവരെ കൂടെ കൊണ്ടുവന്ന സാധനമാണ് ഈ ഫെർമെന്റേഷൻ. അങ്ങനെയാണ് സാധനമാണ് ദോശ. നമുക്കതിൽ ചിലപ്പോൾ ആ സ്റ്റൈല് നമ്മുടെ അതിന്റെ റേഷ്യോ അല്ലെങ്കിൽ നമ്മുടെ അതിന്റെ ടേസ്റ്റ് ഒക്കെ ചിലപ്പോൾ നമ്മുടെ ആയിരിക്കും, പക്ഷെ അതിന്റെ ബേസിക് കോൺസെപ്റ്റ് നമ്മുടെ ആയില്ല. ഇതാണ് എല്ലായിടും സംഭവിക്കുന്നത്. ഇപ്പൊ എങ്ങനെ ട്രാവൽ ചെയ്തെന്നുള്ളത് ഫുഡ് ഇപ്പൊ നമ്മളിപ്പോ ഈ പണ്ട് ഈ പോർച്ചുഗീസുകാർ ഇവിടെ വന്നിട്ട് കുരുമുളക് കൊണ്ടുപോയ മാതിരി നമുക്ക് പറങ്കി മുളക് പറഞ്ഞ സാധനല്ലേ, പറങ്കി അണ്ടി ഒക്കെ അല്ലേ. പറങ്കി എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരല്ലേ. ഈ ഫുഡ് പറയില്ലേ? അല്ല, ട്രിവാൻഡ്രത്ത് എങ്ങനെയാ പറയുന്നത്? ആണോ? അവർ രക്ഷപ്പെട്ടു. അല്ല, ഞാൻ പറങ്കി അണ്ടി എന്ന് പറയുകയും ചെയ്തു. അതിനെ കശുമാങ്ങ എന്ന് പറയും. അതിനിപ്പോ ഞങ്ങളുടെ കുറച്ച് അതെ അങ്ങനെ നമ്മള് അണ്ടിപ്പരിപ്പ് പറയണേ കശുമാങ്ങ പറങ്കി മാങ്ങ എന്ന് പറയും. പിന്നെ അപ്പൊ അതാണ് ഫുഡ് ട്രാവൽ. ഇപ്പൊ ചൈനീസ് സിൽക്ക് റൂട്ട് മെയിൻ ആയിട്ട് പോയിരുന്ന സാധനം ടീ ആണ്. ഇതേമാതിരി ശ്രീലങ്കയിൽ പോയപ്പോ ഇതാണ് പ്രശ്നം. ഞങ്ങൾ അവിടെ ഒരു ടീ ലീവ്സ് വാങ്ങാൻ പോയപ്പോ ശ്രീലങ്കൻ ടീ ഭയങ്കര ഫേമസ് ആണ്, ലോകം മൊത്തം ആൾക്കാർ പറയുന്ന സാധനം. അപ്പൊ അവിടെ പോയപ്പോ ഞാൻ അവിടുത്തെ ഒരു ആളായിട്ട് ആർഗ്യുമെന്റിലായി. ഞാൻ പറഞ്ഞു നമ്മുടെ നാട്ടില് മൂന്നാറിനെക്കാട്ടും നല്ല ചായ ഉണ്ടെന്നപ്പോ അയാള് കഴിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു ഞാൻ രണ്ടും കുടിച്ചിട്ടുണ്ട്, മുപ്പര് ശ്രീലങ്കനെ കുടിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇതല്ലേ കുടിച്ചിട്ടുള്ളൂ, എന്നിട്ട് എങ്ങനെ പറയാൻ പറ്റുമോ ചോദിച്ചു. അപ്പൊ പറഞ്ഞു അല്ല ഇതാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞു. അവർ ഒഫൻഡഡ് ആയി ആ സാധനത്തില്. ശ്രീലങ്കയുടെ ചില ഭാഗങ്ങളിലൊക്കെ ഇതാണ്, നമ്മൾ ഈ മൂന്നാറൊക്കെ പോണ മാതിരി അവിടെ ഇതാണ് മെയിൻ ഒരു ഇൻകം. അതെ, നമ്മളവിടെ ഒരു ഹൈ റേഞ്ചിൽ പോയപ്പോ അവിടെ വലിയ വലിയ കുറെ ടീ ഫാക്ടറീസ്, കുറെ സ്ഥലങ്ങള് ഇതേമാതിരി ഇങ്ങനെ വൃത്തിക്കിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഫുഡ് സിൽക്ക് റൂട്ട് ഈ പറഞ്ഞ മാതിരി ഫുഡ് ഐ തിങ്ക് ശ്രീലങ്കയിൽ ആ ഭാഗങ്ങളിലായിരിക്കും മേ ബി ഫസ്റ്റ് ടീ വന്നിട്ടുള്ളത്. പിന്നെ ആയിരിക്കും മൂന്നാറൊക്കെ ഇപ്പോ പിന്നീടല്ലേ ഇവിടെയൊക്കെ കാടൊക്കെ വെട്ടി ഇവര് പ്ലാന്റേഷൻ ചെയ്തതല്ല, പഴയ ബ്രിട്ടീഷുകാരല്ലേ അത് നമ്മുടെ ചെയ്തത്. അതൊരു എന്താ പറയുന്ന ഒരു നോൺ ടൈമാണ്. ഒരു 200 വർഷം അല്ലെങ്കിൽ ഒരു 300 വർഷം നമുക്കറിയാം ഇത്ര ഈ ഇയറിന് ശേഷമാണ്. അപ്പൊ അതിനു മുന്നേ നമുക്ക് കിട്ടാത്ത സാധനം ഒരിക്കലും നമ്മുടെ കൾച്ചറിന്റെ ഭാഗമല്ല. ആലോചിച്ചോക്കെ ഇപ്പൊ ഇന്ത്യക്കാർക്ക് പകുതി മുക്കാൽ പേർക്കും ചായ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല ഒരു ദിവസം. തലവേദനയൊക്കെ. എന്നിട്ട് പറയുന്നത് ഇപ്പൊ എന്താ പറയുന്നത്, ചായ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ചായ. അതെങ്ങനെ, അതൊരു സാധനമല്ല, ചായ ഇന്ത്യൻ അല്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഒരു ടേസ്റ്റിലേക്ക് അതിനെ കൊണ്ടുവന്നു. ഇപ്പൊ ടീ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് ആ പഞ്ചസാരയോ വേറെ ഒരു സാധനം ഇടാണ്ട് ജസ്റ്റ് ഒന്ന് ബ്രൂ ചെയ്ത് കുടിക്കേണ്ട ബ്രിട്ടീഷ് ടീ പാർട്ടീസ് ഇല്ലേ, അത് പക്ക നമ്മൾ ഈ വെള്ളത്തില് ചായപ്പൊടി ബ്രൂ ചെയ്ത് കുടിക്കാൻ പാട് പറയുന്നത്. ഇത് നമ്മൾ അതിലെ കുറുക്കി അല്ലെ ഓരോ ഒരു ഇപ്പൊ ഞാന് ഇവിടുത്തെ വന്ന സമയത്ത് എൻ്റെ ഒരു വലിയൊരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഗുജറാത്തി ഫ്രണ്ട്സാണ്. അപ്പോൾ അന്നാണ് ഞാൻ അറിയുന്നത് വെജിറ്റേറിയൻ ഐറ്റംസ് കൊണ്ട് ഇത്രയും അധികം ഡിഷസ് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിമിറ്റഡ് ആണ്, സാമ്പാർ, അവിയൽ, ഒരു 5-6 സാധനം കഴിഞ്ഞു. ഇതങ്ങനെയല്ല, അവരുടെ കയ്യിൽ കിട്ടുന്ന എന്ത് ഇല കൊണ്ടും അവർ കറി ഉണ്ടാക്കും. അതിനും മാരക ടേസ്റ്റ്. സൗരഭിനും അറിയാം, വല്ലാണ്ട് രുചി ഉണ്ടാക്കും അത്. പക്ഷെ അതിലൊക്കെ ഈ മസാലയുടെയും ഇതിൻ്റെയൊക്കെ ഒരു വല്ലാത്ത അധികം ഇട്ട്
അത് നമ്മളൊരു ഇന്ത്യവൽക്കരിക്കും. ആ പച്ചക്കറിയുടെ ടേസ്റ്റ് നമുക്ക് വളരെ കുറച്ചായിട്ടേ കിട്ടും. നേരെ മറിച്ച് അത് വല്ലാത്തൊരു ഡെലിക്കസി ആണത്. ഈവൻ ദോ ഇപ്പൊ മീറ്റിലായാൽ പോലും നമ്മള് ഒരുപാട് മസാല ഇടും. നമ്മളെ മാരിനേഷൻ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് മസാലയില് മീറ്റിന്റെ ടേസ്റ്റ് അല്ല നമ്മൾ വരയ്ക്കുന്നു. മസാലയിൽ അങ്ങോട്ട് ഇട്ട ഇറച്ചി. നമ്മളൊക്കെ ഉണ്ടാക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ പണ്ട് ബേസിക്കലി സെയിം മസാലയില് ഇറച്ചി ഇങ്ങനെ മാറ്റി കൊടുക്കും. നമുക്കത് അല്ലാതെ അറിയില്ല. ടേസ്റ്റ് അല്ല എന്നല്ല അതെ, പറയുന്നത്. ഒബിയസ്ലി അതാണ് ടേസ്റ്റ്. നമ്മളത് ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മള് കഴിക്കാൻ പോകുന്ന മസാല നോക്കിയതാണ്. പക്ഷെ ഇപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ ബാച്ചിലർ ലൈഫില് ഇപ്പൊ എല്ലാത്തിനും ഒരു ബേസ് ആയിരുന്നു. അതിൽ ചിക്കൻ ഇട്ടാ ചിക്കൻ കറി, ബീഫ് ഇട്ടാ ബീഫ് കറി, സാമ്പാറിന്റെ കഷ്ണങ്ങളും പൊടി ഇട്ടാ സാമ്പാർ, നമുക്കൊരു ബേസിക് സാമ്പാർ കറി. അല്ല, ഇത് നമ്മളിവിടെ ഞാൻ വന്ന സമയത്ത് അത്ര കുക്കിംഗ് അറിയാം, അത്രേ ഉള്ളൂ. ഞാൻ വന്നപ്പോഴേ എനിക്ക് അത്യാവശ്യം പഠിക്കാനുള്ളത് എൻ്റെ അമ്മ പഠിപ്പിച്ചിട്ടാ വിട്ടു. ഞാൻ പട്ടിണി കിടക്കാണ്ടിരിക്കണം. ആ ഒരു വൈബായിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ഉണ്ടാക്കും, പക്ഷെ നമ്മുടെ പ്രോബ്ലം എന്നറിയാവോ, എത്ര ക്വാണ്ടിറ്റിക്ക് എത്ര ഇടണം എന്നറിയില്ല. ഇതൊക്കെ ഇടണം എന്നറിയാം, ഇത് എത്രക്ക് ഇട്ടാലും നമുക്ക് പക്കയാവും അതറിയില്ല. അതിന് നമ്മള് വല്ലാണ്ട് സഹായിച്ച ഒരാളാരാ? നിങ്ങളൊന്ന് ഷൗട്ട് ഔട്ട് കൊടുക്കണ്ടേ? അല്ലേ? അത് ശരിയാ, പക്കയാണ്. നമുക്ക് ചോദിക്കേണ്ട അത് ആവശ്യത്തിന് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ്. ടേബിൾ സ്പൂണും ടീസ്പൂണും സൂക്ഷിക്കാരും പറയും ഷാൻജിയോ. ഷാൻജിയുടെ പ്രത്യേകത എന്ന് വെച്ചാല് മൂപ്പര് സോൾട്ടിന്റെ അളവ് എല്ലാ യൂട്യൂബേഴ്സും ആവശ്യത്തിന് പക്ഷെ ഇയാള് കറക്റ്റ് ടീസ്പൂണോ ടേബിൾ സ്പൂണോ എത്രയും വേണ്ടത് ആ കറക്റ്റ് മീറ്റിന്റെ പ്രൊപ്പോർഷൻ അനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസിന്റെ കറക്റ്റ് അളവ് പറഞ്ഞു തരും. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് ഈസിയാണ്, നമ്മൾ ഏത് ഫ്ലെയിമിൽ ഏത് സമയത്ത് വെക്കണം എന്നുള്ളതും എല്ലാം പറഞ്ഞു തരുമ്പോൾ നമ്മൾ അതുപോലെ വെച്ച് കഴിഞ്ഞാൽ പക്കയാണ്. അതുപോലെ നമ്മളൊക്കെ പറയാറില്ലേ, അതേപോലെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളി സാധനം, അടിപൊളി സാധനം. അപ്പൊ നമുക്കത് പറഞ്ഞു തരുന്ന രീതിക്ക് നമ്മളത് ഒരു ആ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റുള്ള ഫുഡ് കിട്ടി. അല്ല, ഇപ്പൊ നിങ്ങൾ പറഞ്ഞു വന്നത് വന്ന സമയത്ത് എന്നിട്ട് കുക്കിങ്ങില് അല്ല, അതായത് നമ്മളെല്ലാം ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ മെയിൻ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റേജ് ഭയങ്കരം. അതായത് നമ്മൾ ഒരാൾക്കോ 2 പേർക്കോ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മൾ അതിൽ കൈ കിട്ടുന്ന പച്ചക്കറിയും ഒക്കെ വരയിടും. ഇതിനൊക്കെ ഓരോ കോമ്പിനേഷൻ ഉണ്ട്. ചില പച്ചക്കറിയുടെ കൂടെ ചിലത് പോലെ, അല്ലെങ്കിൽ മീറ്റിന്റെ കൂടെ ഇന്ന സാധനം. ഇപ്പൊ മീറ്റിനകത്ത് നമ്മൾ കടുക് കൊടുത്തിട്ട് കഴിഞ്ഞാൽ ഒരു അവസ്ഥയുണ്ടല്ലോ, അത് വല്ലാതായിരിക്കും. പക്ഷെ അന്ന് നമ്മൾ ഈ പട്ടിണിയൊക്കെ കിടന്നിട്ടേ ഇവനെന്തോ പറയണ്ടേ, കോഴിക്കറിയിലെ കടുക് പൊട്ടിച്ചുള്ള സ്കീമൊക്കെ ഉണ്ട്. പക്ഷെ അത് രസാ. പക്ഷെ ഈ കടുക് പൊട്ടിക്കുന്നതിന് ഇത് എത്ര അളവ് കടുക് ഇടുന്നതിനൊക്കെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, മനസ്സിലായോ? ഇത് പൊട്ടിക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് സാമ്പാറിൽ കടുക് പൊട്ടിക്കുണ്ടോന്നും കൂടി അറിയില്ല. അങ്ങനത്തെ ലോകത്താണ് ജീവിക്കുന്നത്. അല്ല, കടുക് നമുക്ക് എല്ലാത്തിനും പൊട്ടിക്കാം ആണോ? ഈ എല്ലാത്തിലും ഇവന്റെ വേറെ കാര്യം പറയാനുണ്ട്. ഇവൻ എല്ലാത്തിലും കടുകിടും. പണ്ട് ഇവൻ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു വട്ടം നമ്മള് ഫുഡ് ഉണ്ടാക്കുക. അപ്പൊ പാർട്ടിയാ, അപ്പൊ എല്ലാരും മദ്യപിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങള് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഇവൻ കടുക് അധികം ഇട്ടു. പോർക്കിൽ ഓർമ്മ ഉണ്ട് അത്? എന്നിട്ട് കടുക് കയറിയുടെ ഒപ്പം ഇച്ചിരി പോർക്ക് പൊട്ടിച്ചിട്ടു. ആക്ച്വലി കടുക് പൊട്ടിക്കേണ്ട ആവശ്യമുണ്ട്. കടുകിന് വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് ഒരു കാര്യം, അതെനിക്ക് അതല്ല എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. പണ്ടത്തെ എണ്ണ ചൂടായോ എന്ന് അറിയാൻ വേണ്ടിട്ട് കൈയിട്ട് നോക്കാൻ പറ്റില്ലല്ലോ, ഇങ്ങനെ ആക്കാനും പറ്റില്ല. അപ്പൊ ഇത് കടുക് ഇട്ട് പൊട്ടുന്ന സമയത്ത് യെസ് എണ്ണ ചൂടായിട്ടുണ്ട്. അത് പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട്. അതിന് എത്രത്തോളം അത് സത്യമാണെന്ന് എനിക്കറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പല സാധനത്തിനും ടെമ്പറിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ലാസ്റ്റ് എല്ലാം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ എണ്ണ ചൂടാക്കി ഒഴിക്കുക, നമ്മൾ താളിക്കാന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഇത് അതിന്റെ ഫ്ലേവർ എൻഹാൻസ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് ഇതെല്ലാം പല സ്ഥലത്തും നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ പലതാണ്. ഇത് എത്രത്തോളം കറക്റ്റ് ആണോ എന്ന് അറിയില്ല. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ ഇതൊക്കെ ചെയ്യും. കാര്യം എന്താ, വീട്ടിൽ നിന്ന് ഇതൊക്കെ രീതി അത്രേ ഉള്ളൂ. നമ്മളുടെ ടേസ്റ്റ് ബഡ്സ് ഇപ്പൊ നമ്മൾ എന്താണ് കഴിച്ചു ശീലിച്ചത് അത് നമ്മള് ഫോളോ ചെയ്യും. ഇപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഇന്ത്യൻസിന് ഇന്ത്യൻ ഫുഡ് താല്പര്യം, പോളിഷുകാർക്ക് ഇവരുടെ ഫുഡ് ആയിരിക്കും. നേരെ മറിച്ച് നമ്മള് പോളിഷ് ഫുഡ് ഇപ്പൊ വന്ന ഉടനെ നമ്മൾ കഴിച്ച സമയത്ത് നമുക്ക് പോളിഷ് ഫുഡ് ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല. അതുകൊണ്ട് നമ്മൾ ബ്ലാൻഡ് ആണ്, നമ്മൾ ആ ടേസ്റ്റ് ഫ്ലേവറിലേ പെട്ട ഒരാളല്ല. നേരെ മറിച്ച് ഇപ്പൊ ഇവിടുത്തെ ഒരാൾ പെട്ടെന്ന് ഇന്ത്യൻ ഫുഡ് പോയി കഴിക്കുമ്പോൾ സ്പൈസി ആണ്, ഓവർ സ്പൈസി ആണ്, ആ ടേസ്റ്റ് കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് ഒരിക്കലും വേറൊരാളുടെ ഫുഡ് മോശമാണോ അല്ലാന്നുണ്ടെങ്കിൽ അവരുണ്ടാക്കുന്ന രീതി മോശമാണോ എന്ന് പറയാൻ പറ്റില്ല. കാരണം ആ സമയത്ത് അവര് കഴിച്ച് ശീലിച്ചത്
എന്താണോ അതാണ്. അതെ, ഏതാ നല്ല ഫുഡ് അവരുടെ ടേസ്റ്റ് ബഡ്സ് അനുസരിച്ച് തന്നെയാണ് ഓഫ് കോഴ്സ്, അതില് വേറെ ഇതില്ല. പക്ഷെ ഇതില് പിന്നെ ഇപ്പൊ നാഗാലാൻഡ് അങ്ങനത്തെ ഒരു രാജ്യത്ത് പട്ടികളെ ഭക്ഷണമായിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. പക്ഷെ അതും നമുക്ക് ഐ മീൻ അത് പക്ഷെ അത് അഗൈൻ ഇപ്പൊ ഷെയ്ന് പറഞ്ഞ അതേ കാര്യം എനിക്കും പറയാനുള്ളത്. അവര് കഴിച്ച് നമുക്ക് എങ്ങനെ വേർ ഡു യു ഡ്രോ ദ ലൈൻ? നമ്മള് പശുവിനെ തിന്നുണ്ട്, പന്നിനെ തിന്നുണ്ട്, പോത്തിനെ തിന്നുണ്ട്. ഇതിൽ വന്നൊരു കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എപ്പോഴും ഫുഡ് നമ്മുടെ നാട്ടില് അബൻഡന്റ് ആയിട്ട് കിട്ടുന്ന ഒരു സാധനം വെച്ചിട്ടായിരിക്കും. ഇപ്പൊ കേരളത്തില് അരി ഇഷ്ടം പോലെ ഉണ്ട്, സ്പൈസസിന് ഒരു പഞ്ഞമില്ല. നമ്മള് അതുപോലെ അപ്പൊ ആ നാട്ടില് പട്ടി ഇഷ്ടം പോലെ ഇല്ലേ? പക്ഷെ പട്ടി ഇപ്പോഴല്ലേ ഇങ്ങനെ ഇതായത്, ഒരു തെരുവ് പട്ടികളൊക്കെ ഇത്ര ഐ മീൻ അൺകൺട്രോൾഡ് ആയിട്ട് വളർന്ന ഇപ്പോഴല്ലേ? പണ്ട് തൊട്ടേ ഇങ്ങനെ പണ്ട് തൊട്ടേ ഉണ്ട്. ഇൻസ്റ്റാഗ്രാം വന്നു, ഈ റീൽസും ഇതൊക്കെ വന്നപ്പോ നമ്മൾ കൂടുതൽ അറിയാന്നല്ലോ. പിന്നെ എനിക്ക് പക്ഷെ പട്ടികളുടെ വിഷയം അതിനെ പറ്റി പറഞ്ഞു. മേ ബി നമ്മള് ഇപ്പൊ ഈ കൾച്ചറുടെ അല്ലാത്തൊരു സമയത്ത് നമ്മൾ നമുക്ക് തേങ്ങനെ പറ്റി പറയാം. നമുക്ക് തേങ്ങ ഒരുപാട് ഉണ്ടായിട്ട് നമുക്ക് തേങ്ങ അരച്ച കറികള്, തേങ്ങ ഒരുവിധം എല്ലാത്തിലും ഉണ്ട്. വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നില്ല, നോർത്ത് ഇന്ത്യ കടുകെണ്ണ യൂസ് ചെയ്യുന്നത്. അവിടെ നന്നായിട്ട് വളരുന്ന കടുകാണ്. നമ്മുടെ പാടങ്ങളിൽ കടുക് ഇത്ര നന്നായിട്ട് വളരില്ല, കാര്യം നമ്മുടെ മണ്ണിന്റെ സ്ട്രക്ചർ അങ്ങനെയാണ്. അതൊക്കെ നമ്മുടെ റൂട്ട്സിലല്ലേ ശരിക്കും ഫുഡ് വളരുന്ന. അതിനൊരു ആ പ്രോസസ് നേരെ മറിച്ച് ഈ കടുകെണ്ണ നമ്മളിപ്പോ കേരളത്തിൽ മേടിച്ച് കറി വെച്ചു എന്ന് വെച്ചു, നമുക്ക് ആർക്കും അത് ഇഷ്ടപ്പെടില്ല. നമ്മുടെ സ്മെല്ലാണ്, അത് ഇച്ചിരി പഞ്ചന്റ് സ്മെല്ലാണ് അതിന്. അതുപോലെ തമിഴ്നാട്ടിൽ നല്ലെണ്ണയിലാണ് അവരുടെ മേജർ ഡിഷ് എല്ലാം നിൽക്കുന്നത്. അത് അവിടെ പോയി കഴിക്കുമ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ട് തോന്നും. നേരെ മറിച്ച് നമ്മൾ അതേ എണ്ണ കൊണ്ട് നമ്മളെ വീട്ടിൽ വന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്കത് അത്ര വൈബായിട്ട്, കാര്യം നമ്മൾ എപ്പോഴും എവിടെ പോയി പഠിച്ചു എന്തൊക്കെയാണ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ഒരു രുചി, അത് നമ്മുടെ ലാസ്റ്റ്. പക്ഷെ നേരെ മറിച്ച് ഇവിടുത്തെ ആൾക്കാർക്ക് ഇപ്പോ അവർക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടണമെന്നില്ല അതിന്റെ ഒരു ടേസ്റ്റ്. ഇവിടെ നമ്മുടെ സീഡ് ഓയിൽ അല്ലേ കൂടുതലും, സീഡ് ഓയിൽസ് ആണ്. പിന്നെ സൺഫ്ലവർ ഓയിൽ അതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും വരാ, ഓയിലിന്റെ ഒരു ടേസ്റ്റ് അതിൽ വരാറില്ല, ഫ്ലേവർ ഇല്ലാത്ത ഓയിലാണ്. എന്താ പറയണ്ടേ? ഈ ഇടയ്ക്ക് ഞാനിപ്പോ അതിന് കണ്ടിന്യൂഷൻ ആയിട്ട് പറയുന്നത്, ഈ ഇടയ്ക്ക് ഞാനൊരു എന്റെ നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട് എന്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഞങ്ങളിങ്ങനെ ബീഫ് കുക്ക് ചെയ്യണ പറ്റിയൊക്കെ പറഞ്ഞ. അപ്പൊ ഇവനെന്റെ അടുത്ത് റെസിപ്പി ആയിട്ട് പറഞ്ഞത് ഇവൻ പറഞ്ഞു കടുകെണ്ണ ബീഫില് വെളിച്ചെണ്ണ ഒഴിക്കാൻ പാടില്ല, കടുകെണ്ണ ഒഴിച്ചിട്ട് ഉണ്ടാക്കണം, അപ്പൊ നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷെ എനിക്കത് അഗ്രി ചെയ്യാൻ പറ്റില്ല, നമ്മളെ അത് ടേസ്റ്റ് നമ്മുടെ ടേസ്റ്റ് അല്ല. അപ്പോ ഈ ചില ഫുഡ് ഇപ്പൊ ചായനെ കുറിച്ച് പറയുമ്പോ ചായക്കൊക്കെ ഒരു ഇമോഷനാണ്. അതുപോലെ തന്നെ നമ്മളെ നല്ല പൊറോട്ട, ബീഫ്, ഇപ്പൊ ഈ ഫുഡിന് ടേസ്റ്റിന് ഉപരി വേറൊരു ഇമോഷൻ പറഞ്ഞൊരു സംഭവമുണ്ട്. അതൊരു കൾട്ട് മാതിരി നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ഈ സാധനത്തിന്റെ അത്ര ടേസ്റ്റ് വേറെ ഒന്നുമില്ല. അപ്പൊ നമ്മുടെ മൈൻഡിലും ആ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് നമ്മൾ കഴിക്കുന്നത്. ഇവിടെ നിന്ന് ഈ ഫ്രോസൺ പൊറോട്ട വാങ്ങിച്ചിട്ട് നമ്മൾ കഴിക്കുന്നത് എങ്ങനെയാ? നമ്മള് കുറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം, അതിനൊരു ഫോളോയിങ് അങ്ങനെ വരിക. ഇപ്പൊ പൊറോട്ട, ബീഫ് എന്ന് പറഞ്ഞാൽ അത്ര ടോപ്പാണോ ചോദിച്ചാൽ ചിലപ്പോ അത്ര ടോപ്പ് ആവില്ല, പക്ഷെ നമ്മളെ നാട്ടിലെ സ്ഥിരം കഴിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ പണ്ടൊക്കെ കാലത്ത് പൊറോട്ട ബീഫ്, അതെ, പൊറോട്ടയും ബീഫും പണ്ട് ചീപ്പും ആയിരുന്നല്ലോ അല്ലേ, അങ്ങനെ എക്സ്പെൻസീവ് അല്ല. അപ്പൊ അത് കോമൺ ആയി കഴിക്കുന്ന ഒരു ഫുഡ് അതൊക്കെ ആവാം, നമുക്കത് പ്രോപ്പർ ആയിട്ട് എന്താന്ന് അറിയില്ല. അതെ, ചീപ്പായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് എല്ലാവർക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ അതുമല്ല ഇപ്പൊ ഇത് ഹൈപ്പ് ആവാനുള്ള കാരണം മേ ബി ബിക്കോസ് നോർത്തിൽ അത് ബാൻ ചെയ്തു, നമ്മളത് മാത്രം അപ്പൊ നമ്മളുടെ ഒരു സിഗ്നേച്ചർ ഡിഷ് ആക്കി എടുത്തിട്ട് അതൊരു നമ്മള് പൊറോട്ട പൊളിറ്റിക്സ് ഉണ്ട്, ഫുഡ് പൊളിറ്റിക്സും ആണത്. ഇപ്പൊ നമ്മുടെ നാട്ടില് ബീഫ് നോർത്ത് ഇന്ത്യയിൽ കംപ്ലീറ്റ് ആയിട്ട്, നോട്ട് എവരിവർ ബട്ട് മെനി പ്ലേസസ് അവർ ബാൻ ചെയ്തു. അപ്പോ അതിന്റെ ഒരു എന്താണ്, നമ്മള് ഇപ്പൊ അടുത്ത് നമ്മള് ബൂംബാങ്ങിന്റെ വീഡിയോ കണ്ടിട്ട് പറഞ്ഞത് ഓർമ്മല്ലേ? അതായത് ബീഫ് കഴിക്കുന്ന വീഡിയോയിൽ താഴത്ത് വന്നിട്ട് ആൾക്കാർ പറയും ഇതിങ്ങനെയല്ലേ അതങ്ങനെയല്ലേ, പോർക്ക് കഴിക്കുന്ന വീഡിയോയിൽ താഴത്ത് വന്നിട്ട് പറയും ഇതിങ്ങനെയല്ലേ അതങ്ങനെയല്ലേ എന്ന്. ശരിക്ക് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന രീതിയിൽ ഒരാളുടെ ഫുഡിലൊന്നും ഒരിക്കലും നമുക്ക് അഭിപ്രായമല്ല. ഞാൻ എന്ത് കഴിക്കണം എന്നുള്ളതിൽ
ഒരാളും അത് ഒരു കാരണം വെച്ചും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഈവൻ ദോ ഇപ്പൊ നൗഫൽ പറഞ്ഞ പോലെ ഈവൻ ദോ അത് പട്ടിയാണെങ്കിലും, കാരണം ഇപ്പൊ തായ്ലൻഡിലോ വിയറ്റ്നാമിലോ അവരത് കഴിക്കുന്നുണ്ടാവും, അവർ എലീനെ കഴിക്കുന്നുണ്ട്, അവർ പുഴുവിനെ കഴിക്കുന്നുണ്ട്. അവര് നമ്മളത് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇഷ്ടമല്ല എന്നിട്ട് നമ്മൾ കഴിക്കണ്ട, നമ്മൾ ഫോഴ്സ് ചെയ്യാൻ പാടില്ല. അത്രേ ഉള്ളൂ. അതിലെന്തിനാ പോയി പറയണ കമന്റ് ഇടണത്? പിന്നെ ഈ പോർക്കിനെ പറ്റി നമ്മുടെ നാട്ടിൽ എസ്പെഷ്യലി മലപ്പുറത്ത് നമുക്ക് ഫുഡ് പോർക്ക് കിട്ടില്ലല്ലോ. കേരളത്തിലോ അവൈലബിൾ അല്ല. ഞാൻ ആദ്യമായിട്ട് പോർക്ക് കഴിക്കുന്ന തൃശ്ശൂർ ഒരു ക്രിസ്ത്യൻ കല്യാണത്തിന് പോയ സമയത്താണ് പോർക്ക് കഴിച്ചത്. അപ്പൊ എന്നിട്ട് അടിപൊളി സാധനം. ഞാൻ നമുക്ക് അവൈലബിൾ അല്ല. എനിക്ക് തോന്നുന്നു ഫാംസിലൊക്കെ ചിലപ്പോൾ കിട്ടുന്നുണ്ടാവും എവിടെയൊക്കെ, പക്ഷെ അത്ര കോമൺ അല്ല. അവൈലബിൾ ആണ്, കോമൺ അല്ല. ഇപ്പൊ അതിന്റെ ഇപ്പൊ കഴിക്കണ ഒബ്വിയസ്ലി ബീഫ് കഴിക്കാത്തത് ഒരു മെജോറിറ്റി ഓഫ് ദി ആൾക്കാർ ബീഫ് കഴിക്കാത്തത് അവരുടെ റിലീജിയൻ ആണ് അല്ലേ? പോർക്ക് കഴിക്കാത്തതും റിലീജിയൻ ആണ് അല്ലേ? ഞാൻ കണ്ടെടുത്തോളം ഇപ്പൊ കേരളത്തിൽ ബീഫ് കഴിക്കാത്തത് കൂടുതലും അലർജിക് റീസൺ കൊണ്ടാണ്. അല്ല, ഞാൻ പറഞ്ഞത് അത് വേറെ റീസൺ, അത് ഒബ്വിയസ്ലി ഉണ്ട്. പക്ഷെ ഇതിനൊക്കെ ഇവര് ന്യായം പറയുന്നത്, പക്ഷെ പറയാ പോർക്ക് ഇതല്ലേ, അതിൽ കുറെ ഡിസീസസ് ഇല്ലേ ബ്രോ, കഴിക്കണ്ട. ഇഷ്ടല്ലെങ്കിൽ കഴിക്കണ്ട. ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കഴിക്കുന്ന സാധനമാണ് പോർക്ക് അല്ലേ? കഴിക്കുന്നത് പിന്നെ ചിക്കനും ബീഫും ലോകത്ത് നിന്നിട്ട് എന്തായിരിക്കും കുഴപ്പമുണ്ടോ? അല്ല, ഇവര് പറയുന്ന ഈ ബീഫ് കൊളസ്ട്രോൾ ആണ്, മരിക്കും ഇത്. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഒരു 25 years ബാക്ക് എടുത്തു കഴിഞ്ഞാല് ഇവിടെയുള്ള പല രാജ്യങ്ങളും, അതായത് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു സ്റ്റേപ്പിൾ ഫുഡാണ് ബീഫ്, പോർക്കൊക്കെ. ഇവിടുത്തെ ആൾക്കാർ അങ്ങനെയാണെങ്കിൽ നമ്മളെക്കാളും ഹെൽത്തിയാണ് അല്ലേ? ഒരുപാട് കഴിച്ചിട്ട് ഒരു പണി എടുക്കാണ്ടിരുന്ന അത് പഞ്ചസാര ഇട്ട് ചായ കുടിച്ച് സ്ഥിരം 2 കപ്പ് പഞ്ചസാര ഇടുന്ന ആൾക്കാര് 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ അതെ, നാട്ടില് ചില ആൾക്കാരൊക്കെ ഇടുന്ന 2 കപ്പ് ഇടുന്ന സംശയമുണ്ട്. പായസം മരിച്ചാൽ കുടിക്കുന്ന ആൾക്കാരില്ലേ? ഞാന് ഭയങ്കര സ്വീറ്റ് ലവറാണ്. ആയിരുന്നു. നമ്മുടെ ഷുഗർ ടോളറൻസ് കുറഞ്ഞത് ഇപ്പോഴാണ്. അല്ല, ഷുഗർ ഉണ്ടോ? എനിക്ക് ഈ സ്വീറ്റ്സ് എന്ന് പറയുന്ന സാധനം എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഐറ്റമാണ്. ഭയങ്കര അഡിക്ഷൻ ആണ്. ഈ ഇവൻ സൗരഭ് വന്നിട്ട് ഇങ്ങനെ പറയും, നിങ്ങൾ വല്ലാണ്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. കാര്യം ലോകം ഒരു കാര്യം ഇല്ലെങ്കിൽ കൂടി ഞാൻ ചിന്തിക്കും, ശരിയാണ് കുറച്ച് കൊഴുക്കണം. അപ്പൊ ഞാൻ വിചാരിക്കും എന്തായാലും ഇത് കുറയ്ക്കാൻ പോകുന്നു. അപ്പൊ ഇന്ന് ഇത് കഴിച്ച് തീർത്തിട്ട് നാളെ തൊട്ട് തുടങ്ങാം. ആ വൈബാണ് എന്റേത്. പക്ഷെ അത് പ്രാവർത്തികമാവില്ല. അതാണ് അത് നല്ലൊരു പറയൂട്ടോ. നല്ലൊരു പാക്കറ്റിൽ ലഡു ഒക്കെ കൊണ്ടുവച്ചിട്ട്. നിങ്ങളുടെ ഫേവറേറ്റ് സ്വീറ്റ് ഏതാ? എനിക്കല്ല, മധുരമുള്ള എന്ത് സാധനവും ഞാൻ കഴിക്കും. ഏറ്റവും ഇഷ്ടം എന്താ അറിയോ? പഞ്ചസാര. അത് ഫേവറേറ്റ് സ്വീറ്റ്. ഇഷ്ടമല്ലാത്ത സ്വീറ്റ് ഏതാ? ഉപ്പ്. ഒട്ടും സ്വീറ്റ് അല്ല. നൗഫൽ എന്തോ ചോദ്യം ചോദിക്കാം. സ്വീറ്റ്സിനെ കുറിച്ച് പറഞ്ഞപ്പോ അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ഇപ്പൊ നോർത്ത് ഇന്ത്യനിലാണെങ്കിൽ മറ്റേ പേട, ബർഫി, അങ്ങനത്തെ കുറെ സ്വീറ്റ്സ് ഇല്ലേ. ഇപ്പൊ നമ്മളെ കേരളത്തിൽ എന്ന് പറയുമ്പോ അങ്ങനെ പറയപ്പെടാൻ പറ്റിയ രീതിയിലുള്ള സ്വീറ്റ്സ് ഒന്നുമില്ലല്ലോ. ഓക്കെ, അതുപോലെ തന്നെ ഈ മൈസൂർ പാക്ക് ആണെങ്കിൽ നമുക്ക് കേരളത്തില് അല്ല, നമുക്കൊരു സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ അത് എടുക്കാൻ പറ്റും. പിന്നെ ഇത് നമ്മൾ എവിടെ ആരാണോ ഉണ്ടാക്കിയത് അവിടെ കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന സ്ഥലമാണ് ഫേമസ് ആവുന്നത്. ചിലപ്പോൾ ഈ സെയിം സാധനങ്ങളൊക്കെ തന്നെ നമ്മുടെ നാട്ടിലെ വീട്ടിലെ അമ്മമാരുണ്ടാക്കുമായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ എന്തെങ്കിലും സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു കൊമേഴ്ഷ്യലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏരിയയുടെ പേരിലായിരിക്കും അത് വരുന്നത് കൂടുതലും. പിന്നെ നമ്മുടെ ഒരു സൗത്ത് ഇന്ത്യയിൽ നമ്മൾ കാണുന്ന, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും അച്ചപ്പം, നെയ്യപ്പം എന്നുള്ള ഫ്രൈഡ് ഐറ്റംസ് ആയിരിക്കും കൂടുതൽ ഈ സ്വീറ്റ് എന്ന് പറഞ്ഞ് കൊണ്ടു കൊടുക്കുന്നത്. അതെ, അതൊരു പ്യുവർ സ്വീറ്റ് ആണെന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ ഒരു സ്വീറ്റിന്റെ കാറ്റഗറിയിൽ പെടുത്താനും പറ്റും. മധുരമുള്ള ഒരു നമുക്ക് കോഴിക്കോടൻ ഹൽവല്ലേ, അത് കൂട്ടിക്കൂടെ? അത് കൂട്ടാം. അത് ഇതുപോലെ നമുക്കൊരു ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഹൽവ പോലത്തെ കാറ്റഗറിയിൽ വരുന്ന വളരെ കുറച്ച് സാധനങ്ങളെ നമുക്കുള്ളൂ. ഹൽവ, കേസരി പോലുള്ള. നേരെ മറിച്ച് നമ്മളിപ്പോ നോർത്തിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് അവർ നോർമൽ ഫംഗ്ഷൻസിൽ പോലും അവരൊരു 100 വെറൈറ്റി സാധനങ്ങളാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അവിടെ സ്വീറ്റ് കൾച്ചർ ഇപ്പൊ നമ്മള് ഇപ്പൊ നോർത്ത് ഇന്ത്യൻ ഫെസ്റ്റിവൽസിനൊക്കെ നമ്മള് പണ്ടത് വാങ്ങിയിട്ടല്ലോ. പിന്നെ ദീപാവലിക്കും എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു കൾച്ചറാണ്. മിഠായി അത് കൂടുതലും മിൽക്ക് ബേസ്ഡ് ആണ്. മിൽക്ക്, ഷുഗർ
അതിന്റെ പല കളർ അല്ലെങ്കിൽ നട്ട്സിന്റെ പേസ്റ്റ്. ഇപ്പോൾ കാജു കട്ട്ലിയാണ് നമ്മുടെ നോർത്തിലെ ഏറ്റവും ഫേമസ് സാധനം. എന്നാൽ ഈ കാജു ഏറ്റവും കൂടുതൽ വളരുന്നത് കേരളത്തിലുമാണ്. നമ്മുടെ കാജു എന്ന് വെച്ച് കഴിഞ്ഞാല് കശുവണ്ടിയുടെ പേസ്റ്റില് കശുവണ്ടിയുടെ പേസ്റ്റും ജസ്റ്റ് ഷുഗറും അതുമാണ് കാജു കട്ട്ലി എന്ന് പറയും. അത് നമ്മൾ ഡയമണ്ട് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണെന്ന് തോന്നുന്നു. പണ്ടൊരിക്കൽ ഞാൻ അന്ന് വന്നപ്പോ അബേട്ടൻ മറ്റേ മീൻ കറിയുടെ കൂടെ മുരിങ്ങക്കായ ഇട്ടിട്ട് മീൻ കറി വെച്ചത് ട്രിവാൻഡ്രത്ത് അത് കൊല്ലത്തുണ്ടോന്ന് എനിക്കറിയില്ല. എന്തായാലും സൗത്തിലാണ്. ട്രിവാൻഡ്രത്ത് എന്തായാലും ഉണ്ട്. ഞങ്ങളുടെ വീട്ടിലെ ഉണ്ടാവും. മുരിങ്ങക്കായ, മാങ്ങ, ടൊമാറ്റോ, ഈ സാധനങ്ങൾ ഇത് അവൈലബിലിറ്റി അനുസരിച്ച് ഇടും. ഇത് ഇടുമെന്നോ 100% നിർബന്ധമൊന്നുമില്ല. ഇത് കിട്ടുകയാണെങ്കിൽ എന്തായാലും ഇട്ടിരിക്കും. പക്ഷെ അത് എനിക്ക് നല്ല ഇഷ്ടമായി തോന്നി. കാരണം ഉണ്ടല്ലോ, മീൻകറിയില് ഫസ്റ്റ് ദിവസം നമ്മൾ മീനിന്റെ കഷ്ണങ്ങളൊക്കെ എടുത്ത് കഴിക്കും. പിറ്റേഴ്സ് കഷ്ണമില്ലല്ലോ. അപ്പൊ ഗ്രേവിയിൽ അപ്പൊ മുരിങ്ങക്കേന്റെ ഉള്ളിൽ മീനിന്റെ ഫ്ലേവർ കയറിയിട്ട് ഞാൻ അത് കഴിച്ചിട്ട് ആദ്യം പറഞ്ഞു സാമ്പാർ ഉണ്ടാക്കണോ, മീൻ സാമ്പാർ. പിറ്റേന്ന് കഴിച്ചപ്പോ മാറി, ഇതിന്റെ ഫുൾ കോൺസെപ്റ്റിനെ മാറി. അതാണ് നമ്മൾ നോക്കിയിട്ട് ഇത് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോ ഇതിലെന്ത്, അതുപോലെയാണ് നമ്മളെല്ലായിടത്തും നമ്മൾ കഴിച്ചു നോക്കാതെ ഒരിക്കലും നമുക്ക് ഇഷ്ടപ്പെടില്ലെങ്കിൽ ഓക്കെ. നമ്മളല്ലാണ്ട് അവർ ഇതൊക്കെ എങ്ങനെയാ, എന്താ കോമ്പിനേഷൻ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മുടെ എന്താ പറയാ പഴംപൊരിയും ബീഫും അതിപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ഐറ്റം ആണ്. ഞാൻ കഴിച്ചിട്ടില്ല, കഴിച്ചിട്ടില്ല, കഴിക്കണമെന്നുണ്ട്. ഭാഗത്തേക്ക് മീറ്റിലോട്ട് ഉണ്ടാവുന്ന പച്ചക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി കപ്പ ഇറച്ചിയും പൂടി അത് അല്ലാണ്ട് വേറൊരു പച്ചക്കറി കേരളം മൊത്തം തോന്നുന്നു കപ്പ ബിരിയാണി അത് നമ്മളുടെ അവിടെ. ഇതുപോലെ ഈ മീൻകറിയുടെ കേസ് പറഞ്ഞപ്പോ ഞാൻ ട്രിവാൻഡ്രത്ത് കൂടുതലും ഉപയോഗിക്കുന്നത് വാളൻപുളിയാണ്, പുളി ഇതിലോട്ട് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഈ നമ്മൾ പുളിഞ്ചിക്ക എന്ന് പറയും, അവിടത്തേക്ക് ഇരുമ്പം പുളി എന്ന് പറയുന്ന സാധനം, ആ ഒരു ഗ്രീൻ കളർ സാധനം. മറ്റേ പുളി നമ്മുടെ നാട്ടിലെ പുളി തന്നെയാണ്. അതെ, പക്ഷേ കൊടംപുളി അല്ലാത്ത പുളി. അതെ, കൊടംപുളി അല്ലാത്ത പുളി. പക്ഷെ ഈ കോട്ടയത്തോട്ട് അല്ലെ തൃശ്ശൂർ കൊടംപുളി മേജർ ആണ് ഇതില് ആണല്ലേ. എനിക്ക് പക്ഷെ ആ കൊടംപുളിയുടെ ടേസ്റ്റ് പേഴ്സണലി എനിക്ക് ഇഷ്ടമല്ല. ചില ആൾക്കാർക്ക് ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇതിനൊരു ഫൈറ്റ് ഉണ്ട്. നമ്മൾ ഈ ഒരു ആൾക്കാർ കൂടുമ്പോഴത്തേനുവേ ഈ വാളംപുളി ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് എന്താ കൊള്ളാം, കൊടംപുളി ഇല്ലാതെ എന്താ മീൻകറി. അപ്പൊ ഇത് രണ്ടിട്ടാലും മോശം എന്നുള്ളതല്ല, ഇത് ഓരോരുത്തരുടെ ടേസ്റ്റ് ആണ്. പക്ഷെ ഞാൻ അമ്മയോട് ചോദിക്കുമ്പോ മീൻകറി വെക്കുന്ന കാര്യം ചോദിക്കുമ്പോ അമ്മ പറയും ഏത് പുളിയാണെങ്കിലും ഓക്കെയാണെന്ന് പറയും. അതെ, ഇത് ഈ നമ്മുടെ ഈ കൊടംപുളിക്ക് ഒരു കുഞ്ഞ് ചവർപ്പുണ്ട്, അത് നമുക്ക് അറിയാൻ പറ്റും ആ പുളി ഇട്ടതാണെന്ന്. മനസ്സിലായോ? അതെനിക്ക് മറ്റത് അറിയില്ല, ഇതിനകത്ത് പുളിപ്പുണ്ടെന്നേ ഉള്ളൂ. അത് എന്ത് വെറൈറ്റി, എന്ത് ജാതി മതം ഒന്നും അറിയാൻ പറ്റും. പക്ഷെ അവിടെ മീൻ പറ്റിച്ചെന്നുള്ളൊരു സ്കീം ഉണ്ട്. അത് വരുമ്പോ എനിക്ക് തോന്നുന്നു കൊടംപുളിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഡിഷ് ട്രൈ ചെയ്യണം. മീൻ പറ്റിച്ചത്, മീൻ എന്താ വരാന്ന് പറഞ്ഞു പറ്റിച്ചോ, അങ്ങനെ പറ്റിക്കും. ഇവന്ന് നേരത്തെ വരാന്ന് പറഞ്ഞു. അത് വറ്റിച്ചത് അങ്ങനെ എന്തോ സാധനം ഉണ്ട്. ചട്ടിയിലോട്ട് ഞാൻ ഉദ്ദേശിച്ചത് വെള്ളം വറ്റിച്ചു എന്നുള്ളത്. അപ്പൊ അതിന് എനിക്ക് തോന്നുന്നു കൊടംപുളിയാണ് കുറച്ചും കൂടി. അത് ചിലപ്പോ നമ്മൾ ആ ഒതന്റിക് സാധനം. ഇപ്പൊ ഇവൻ പറഞ്ഞ പോലെ ഇവൻ സൗരഭ് കണ്ടപ്പോഴത്തേനും മുരിങ്ങക്കായ ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അത് വേറൊരു ഇതാണ്. അപ്പൊ ഈ കമ്മിങ് ബാക്ക് ടു അങ്കമാലി, അപ്പൊ അങ്കമാലിയിൽ കല്യാണ സ്പെഷ്യൽ സാധനങ്ങൾ എന്തൊക്കെയാണ് അരിയ? കല്യാണ സ്പെഷ്യൽ ഇതാടാ, അതായത് കല്യാണ തലേന്ന് അങ്കമാലിയിലെ കല്യാണം തലേന്ന് ഇപ്പോ ആൾക്കാരും വീട്ടിലുണ്ടാക്കണ ഭയങ്കര കുറവാ. വീട്ടിലുണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഇതേപോലെ ചിക്കൻ പാർട്സ്, എല്ലുകറി അങ്ങനത്തെ ഒരു സ്കീമൊക്കെ, അതായത് ബീഫിന്റെ എല്ലും അങ്ങനത്തെ ചൗ സാധനങ്ങളൊക്കെ എടുത്ത് ചൈനീസ് പക്ഷെ അത് രസമായിരുന്നു ആ സമയത്ത് എല്ലാവരും ഒരുമിച്ച്. നമ്മുടെ തലേ ദിവസം കുടുംബക്കാരെല്ലാരും വന്ന് നമ്മള് അരിഞ്ഞ് സാധനങ്ങൾ. പക്ഷെ അതിലൊരു പണ്ടാരി ഉണ്ടാവും. മുപ്പര് വന്നിട്ട് മുപ്പര് പറയും ഇത്രത്, കാരണം നമ്മുടെ റെസിപ്പി അല്ല. പക്ഷെ ഭയങ്കര ചില ദിവസങ്ങളില് തലേ ദിവസങ്ങളില് ചിലപ്പോ നമ്മൾ തന്നെ പിറ്റേ ദിവസത്തേക്കായിരിക്കും പണ്ടാരി വരുന്നത്.
പിറ്റേത്തെ കരിക്കരിയണൊക്കെ നമ്മൾ തന്നെ എന്റെ ഓർമ്മയില് ലാസ്റ്റ് ഞാനിങ്ങനെ വീട്ടില് സദ്യ രാത്രി നമ്മൾ കുക്ക് ചെയ്ത് കണ്ടിട്ടുള്ള എന്റെ വീടിന്റെ പാല് വെച്ചിനാണ്. എത്ര വർഷമായി? ഒരു 20-22 വർഷത്തോളം മുന്നേ. അത്രയും മുന്നേ. കാരണം അതിനുശേഷം എനിക്കൊന്ന് ട്രിവാൻഡ്രത്ത് ആയതുകൊണ്ടാണ്. 40-42. അപ്പൊ ഇത്രയും കാലത്തിന് മുന്നെയാണ് ലാസ്റ്റ് ഞാൻ കാണുന്നത്. നമ്മള് ആൾക്കാരൊക്കെ കൂടിയിരുന്ന് രാത്രി കട്ട് ചെയ്യുന്നതും ഇത്. അതിനുശേഷം ഇപ്പൊ കാറ്ററിംഗ് ആണ്. ആർക്കും വേണ്ട. കാരണം വെച്ചാൽ ഒബ്വിയസ്ലി നമ്മള് എപ്പോഴും അതില് പാർട്ടി നടത്താനോ എൻജോയ് ചെയ്യാനോ ആൾക്കാരെ വെൽക്കം ചെയ്യാൻ നമ്മൾ ബിസി ആയിരിക്കും. പിന്നെ വീടിനും സ്ഥലം വേണേ. അതെ, അതൊരു പോയിന്റ് ആണ്. കാര്യം ഇത് കുക്ക് ചെയ്യാനും ഇതിനൊക്കെ ഏരിയ, അതിനൊരു സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യണം. എനിക്കിങ്ങനെ ഒരു വലിയ ആഗ്രഹമായിരുന്നു എന്റെ കല്യാണത്തിന് ഈ പാർട്ടി വീട്ടിൽ വെച്ച് നടത്തണം എന്ന്. ഇങ്ങനെ അപ്പൊ ഞങ്ങൾ ഇതൊക്കെ പ്ലാൻ ചെയ്തു. ലാസ്റ്റ് ഞാനിവിടെ ആണല്ലോ, നമ്മളിവിടെ ഒന്നും അറിയില്ല, നമ്മളിങ്ങനെ ഓർഡർ ചെയ്യുന്നേ ഉള്ളൂ. ഇവിടെയാണ് അച്ഛനും അനിയനും അവര് ഒരാഴ്ച ഇങ്ങനെ പ്ലാനിങ് ആയിരുന്നു. ഇവിടെ എത്ര ചെയർ ഇടാൻ പറ്റും, ഇവിടെ വീട്ടില് സ്പേസ് ഉണ്ട് ഇടാനൊക്കെ. പക്ഷെ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് എല്ലാരും അങ്ങ് പോകും. അത് കഴിഞ്ഞ് ഈ സാധനം വൃത്തിയാക്കി ഇതിന്റെ വേസ്റ്റ് പണ്ടത്തെ പോലെ നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചിടാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് ഡിസ്പോസ് ചെയ്ത് ഇതൊക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഇത് ചെയ്യാൻ ആളില്ല. നമുക്ക് ആൾക്കാരോട് ഇപ്പൊ പണ്ടത്തെ ഒരു കൂട്ടുകുടുംബം പോലില്ല. കൊച്ചച്ഛൻ, കുഞ്ഞമ്മ, വല്യമ്മ എന്നൊക്കെ പറഞ്ഞ ഒത്തിരി പേര് വരെ അവര് ഈ കല്യാണവും കഴിഞ്ഞ് ഇവിടുത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടേ പോകുള്ളൂ. ഇപ്പൊ അങ്ങനെയല്ല. ഫംഗ്ഷൻ കഴിഞ്ഞ ഉടനെ ഒരു 90% ആൾക്കാര് ഡിസ്പ്ലേസ് ആവും. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ നമ്മൾ എണീക്കുന്നത് ഈ ചവറിലേക്കാ. അതൊരു വലിയ നാളെ ഉന്നം വെച്ച് പറഞ്ഞ മാതിരി പലരെയും അല്ല. പിന്നെ ഇപ്പൊ നമ്മൾ ഇവിടെ നിൽക്കുമ്പോ ഫുഡിനെ പറ്റി പറയാൻ ഒരുപാടുണ്ട്. നമ്മൾ ഇവിടെ നിൽക്കുമ്പോ ഏറ്റവും സത്യം പറഞ്ഞ നമുക്ക് ഫാമിലിയൊക്കെ കാണാം ഫോണിലൊക്കെ, പക്ഷെ നാട്ടില് ഫുഡ് കഴിക്കാൻ നമുക്ക് പറ്റുകയില്ല. ഞാൻ ഏറ്റവും മിസ് ചെയ്യണം ഇവിടെ പോളണ്ടിൽ നിൽക്കുമ്പോ സീ ഫുഡാണ്. ഇവിടെ നല്ല സീ ഫുഡ് ഇവിടെ കിട്ടില്ല. ഫ്രോസൺ മീന് അഭിയേട്ടൻ വല്ലപ്പോഴും ചൂരക്കറി ഉണ്ടാക്കിയതായി. അത് നമുക്ക് കിട്ടിയാൽ കിട്ടി. ഇപ്പൊ ഫ്രഷ് മീനാണെങ്കിൽ പോലും ചിലപ്പോൾ ടേസ്റ്റി ആയിരിക്കില്ല. വല്ലപ്പോഴും നല്ലൊരു മീൻ കിട്ടിയാലോ വെച്ചാലായി. ഞാൻ ഈ ഇടയ്ക്ക് സൂപ്പർ മാർക്കറ്റ് പോയപ്പോ ഫ്രോസൺ ഫിഷിന്റെ ഡേറ്റ് 1 year ആണ്. 1 year. ഞാൻ ഇത് വിളിച്ചിട്ട് ഉമ്മാന്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ ഫുഡ് ഈ ടൈപ്പ് ഫിഷ് ഉണ്ട്, പക്ഷെ ഇത് ഇങ്ങനെ ഫ്രോസൺ ആണ്, 1 year ആണ്. അതൊന്നും വാങ്ങി കഴിക്കണ്ട കേട്ടോ. അതൊക്കെ വാങ്ങി കഴിച്ചു കഴിഞ്ഞാല് വയറിനെന്തെങ്കിലും അധികം. കാരണം നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. 1 year വാലിഡിറ്റി. അല്ലടാ, ഭയങ്കര ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ഫ്രീസ് ചെയ്യണം. അതായത് പെട്ടെന്ന് പിടിച്ച്, എനിക്ക് തോന്നുന്നു ചിലതൊക്കെ പിടിച്ച അപ്പൊ തന്നെ ഷിപ്പി തന്നെ ഫ്രീസ് ചെയ്തിട്ടുണ്ട്. ഫ്രീസ് ആയിട്ട് പിടിക്കുന്നവരുണ്ട് അത്ര. ഐസ്ലാൻഡിലൊക്കെ ഉണ്ടാവും. ഞാൻ ഈ പോളിഷ് അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എങ്ങനെയാ ഫ്രഷ് മീൻ കിട്ടുന്നത്. അപ്പൊ കുറച്ചുപേര് എന്നോട് പറഞ്ഞത് ഇവിടെ കുറെ ഐറ്റംസ് അവർ ഫ്രഷ് ആയിട്ട് വിൽക്കുന്നത് ഇല്ലീഗലാണ്. വിത്തൗട്ട് പ്രോസസ്സ് ചെയ്യാത്ത ഫുഡ് ഇത് അവർക്ക് വിൽക്കാൻ പറ്റില്ല. അപ്പൊ പ്രോസസ്സ് ചെയ്തിട്ടേ വിൽക്കാൻ പാടുള്ളൂ. സോ അതുകൊണ്ടാണ് നമുക്ക് ഇതിന്റെ അവൈലബിലിറ്റി കുറവ് ഇത്രയും ഇവിടെ. ഈ നമ്മൾ കിട്ടുന്ന വലിയ ഫിഷസ് ഉണ്ടല്ലോ, ചൂരയൊക്കെ മീനായിട്ടല്ലല്ലോ നമുക്ക് കിട്ടുന്നത്, ആ കട്ട് ചെയ്ത പീസാണ്. അത് പലതരത്തിലും, അതായത് കംപ്ലീറ്റ്ലി പ്രോസസ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ സെമി പ്രോസസ്ഡ് ആയിരിക്കാം. എന്തോ ഒരു ബേസിക് പ്രോസസ്സർ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുള്ളൂ. ചൂരയുടെ ഒരു കേസ് ഞാൻ കേട്ടാണ്. ഇതിങ്ങനെ ചൂര പിടിച്ച് പെട്ടെന്ന് ഡൈ ആവും. അതിന് ബ്രീത്ത് എടുക്കാൻ പറ്റില്ല. അതിന്റെ വാലിന്റെ മൂവ്മെന്റ് കൊണ്ടാണ് അത് ബ്രീത്ത് ചെയ്യണത്. അപ്പൊ അത് നിന്ന് കഴിയുമ്പോ ആ സാധനം കരയിൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ മീന് പറ്റില്ലല്ലോ. അപ്പൊ പെട്ടെന്ന് ഡൈ ആവും. അപ്പൊ അത് പെട്ടെന്ന് തന്നെ ഫ്രോസൺ ആക്കും, അല്ലെങ്കിൽ ആ പ്രോസസ്സിംഗ് പക്ഷെ എനിവേ കമ്മിങ് ബാക്ക് ടു ദ ഫുഡ് ടോപ്പിക്, നമ്മള് പല ഭക്ഷണങ്ങൾ കഴിക്കുന്നു, നമ്മള് വേറുള്ള ആൾക്കാർ നമ്മളെ ഭക്ഷണം കഴിക്കുന്നു, എല്ലാ കൾച്ചറും ഉണ്ട്. അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അതുമാത്രമല്ല ഹൈജീൻ ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഈ ഇടയായിട്ട് നമ്മളെ ഇന്ത്യയിൽ ഒരു ചെറിയൊരു കുപ്രസിദ്ധി ഉണ്ട്. ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ് എന്നൊക്കെ പറഞ്ഞൊരു കുപ്രസിദ്ധി ഉണ്ട്, നമുക്ക് കാണുന്നതാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ. അതുകൊണ്ട് നമുക്ക് ഇവിടെയൊക്കെ താമസിക്കുമ്പോ നമുക്ക് കുറച്ച് അതിന്റെ ഒരു കൂടി ഉണ്ട്. ഒരു റീല് ഞാൻ കണ്ടത് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാ ടെസ്റ്റിംഗ് യുവർ ഫിയർ എന്ന് പറഞ്ഞിട്ട് റീലാ ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ്. അത് കാണുമ്പോ എന്നിട്ട്
എടുത്തിക്കണ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഒരാൾക്ക് ഒരു OCD ഒക്കെ ഉള്ള ആൾക്ക് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് പക്ഷെ എല്ലാ ഫുഡും അങ്ങനെ അല്ലല്ലോ. എല്ലാ ഫുഡും അങ്ങനെയല്ല. നമ്മള് ഇപ്പോ ഞാൻ നോർത്ത് ഇന്ത്യയില് മെയിൻ ആയിട്ട് ഇപ്പൊ ഡൽഹി മുംബൈയിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോ ഞാൻ അവിടെ കഴിച്ച സ്ട്രീറ്റ് ഫുഡുകളിൽ ഞാൻ ഇത് കണ്ടിട്ടില്ല. ഇങ്ങനത്തെ വൃത്തിയായിട്ട് നമ്മൾ ഇത് എല്ലായിടത്തും കണ്ടിട്ടില്ല, പക്ഷെ കണ്ടതുണ്ട്. ചില ഭാഗങ്ങൾ കണ്ടു. നമ്മളെന്നെ അവിടുന്ന് കഴിക്കില്ല. അപ്പൊ നമ്മൾ അവിടുന്ന് കഴിക്കില്ല. അവിടുന്ന് കഴിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മേ ബി അവിടെ ചീപ്പായിരിക്കാം. ചില ആൾക്കാർ നെവർ മൈൻഡ് ആണ്, ഇങ്ങനത്തെ കാര്യങ്ങളോട് നെവർ മൈൻഡ് ആണ്. ചില ആൾക്കാർ ഈവൻ ദോ അത് ഹൈജീൻ ആണെങ്കിലും നമ്മളെ ലോക്കൽ ആയിട്ടുള്ള ഫുഡ് എന്നുള്ള രീതിക്ക് അവിടുന്ന് കഴിക്കുന്നവരുണ്ട്. ഇപ്പൊ ഞാൻ ഡൽഹിയിൽ ജുമാ മസ്ജിദിന്റെ ആ ഏരിയയിലാണ് പോയിട്ട് ഫുഡ് കഴിച്ചത്. അവിടെ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ അവിടെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ചിക്കൻ സ്റ്റോൾ ഉണ്ട്. എക്സാക്ട്ലി. അപ്പൊ ആ ഏരിയയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ്സ് ലൈക്ക് കംപ്ലീറ്റ്ലി അൺഹൈജീൻ ആണ്. അവിടെ ആൾക്കാർ പെരുമാറുന്നതും ഭയങ്കര റഷും. സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും പൊല്യൂട്ടഡ് ആണ്. നമ്മള് ആ ഒരു സ്ട്രീറ്റിലൂടെ പോയിട്ട് ഞാൻ തിരിച്ച് റൂമിൽ വന്നിട്ട് നമ്മൾ നോസിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ ഇട്ട് ഒന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ടിഷ്യൂ പേപ്പറിൽ അപ്പോ ഞാനാണെങ്കിൽ പോയ സമയം എന്ന് പറഞ്ഞാൽ ഒരു വിന്റർ ടൈമാണ്. അപ്പോൾ സ്മോഗ് കൂടുതലുമാണ്. അപ്പോൾ അത്രയാണ് ഹൈജീന്. പിന്നെ അവിടെ തന്നെ ഒരു കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കഴിച്ച ഭക്ഷണം, അപ്പോൾ ഞങ്ങളവിടെ കയറി ബിരിയാണി കഴിച്ചു. ഒരു കുറച്ച് വൃത്തിയുള്ള സ്ഥലത്ത് കയറിയിട്ട് ബിരിയാണി കഴിച്ചു. അപ്പോൾ നമ്മള് ഭക്ഷണം കഴിച്ച് ബാക്കിയുള്ള ഭക്ഷണം പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഇവർ കൊടുക്കും. ബാക്കി ഭക്ഷണം അത് കഴിക്കാൻ പുറത്ത് നിൽക്കുന്ന പറഞ്ഞാൽ പുറത്ത് ഫുള്ള് പാവപ്പെട്ട ആൾക്കാർ മീൻസ് ബെഗേഴ്സ് ആണ്. അത് അവർക്ക് കൊടുക്കും. അവരവിടെ ഇരുന്ന് കഴിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ട്രീറ്റ്, അതൊരു അൺബിലീവബിൾ സ്ട്രീറ്റ് കണ്ടിട്ട്, അത്രയും ഒരു പോവർട്ടിയും. അപ്പൊ ഇങ്ങനത്തെ സ്പെസിഫിക് ആയിട്ട് ഇവര് സൂം ചെയ്ത് വീഡിയോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇടുമ്പോൾ ഒബ്വിയസ്ലി അത് സ്പ്രെഡ് ആവില്ലേ. അപ്പൊ അങ്ങനെ ഒരു പ്രസിഡന്റ് അത് വെച്ച് അത് മാത്രമല്ലല്ലോ ഡൽഹി, അത് മാത്രമല്ലല്ലോ ഇന്ത്യ. അതർ സൈഡ് അതിന്റെ ഒരു ഇതെന്ന് വെച്ചാൽ ലോകം മൊത്തമുള്ള ഒരു സാധനമാണ്. നമുക്ക് ആൾക്കാർ സ്ട്രീറ്റ് ഫുഡ് മാത്രമല്ല, നമ്മുടെ ആൾക്കാർക്ക് പ്രോഗ്രസീവ് ആയിട്ടുള്ള സാധനം ഷൂട്ട് ചെയ്ത് കാണിക്കാൻ അത്ര ഇൻട്രസ്റ്റ് ഇല്ല. നേരെ മറിച്ച് നമ്മൾ ബാക്ക്വേർഡ് ആയിട്ട് പോകുന്ന ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് ആണെങ്കിൽ അതിന് നല്ല അറ്റൻഷൻ കിട്ടും. ഇപ്പൊ നമ്മളൊരു സക്സസ്ഫുൾ സ്റ്റോറി ഇട്ട് കഴിഞ്ഞാല് അതിന്റെ ഒരു വ്യൂവേഴ്സ് കുറവായിരിക്കും. അത് ഇപ്പൊ ഇന്ത്യൻ വ്ളോഗേഴ്സിനെ പറ്റി പറയുമ്പോ ചില വ്ളോഗേഴ്സ് ഇങ്ങനെ ട്രൂ സൈഡ് കാണിക്കുന്നവരുണ്ട്. അവര് പറയും നിങ്ങൾ കാണുന്ന മാതിരി ഡേർട്ടി സ്ട്രീറ്റ്സും പിക് പോക്കറ്റേഴ്സും വൃത്തിയായിട്ട ഫുഡും ഉള്ള സ്ഥലമല്ല ഇന്ത്യ. അല്ലാത്തൊരു ഭാഗമുണ്ട്. പക്ഷെ റീച്ച് കിട്ടാൻ വേണ്ടി ഇങ്ങനെ കാണിക്കുകയാണ്. ഇപ്പൊ ഒരു ഇന്ത്യൻ നമ്മളൊരു ഇന്ത്യനാണ്. നമ്മളവിടെ നാട്ടില് പോണ സമയത്ത് നമുക്കറിയാം ഇവിടുന്ന് നമുക്ക് അതിന്റെ ഒബ്വിയസ്ലി നല്ല റെസ്റ്റോറന്റിൽ മോശം ഫുഡ് കിട്ടുന്ന നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ നമുക്കൊരു സെൻസ് ഉണ്ട്. നമ്മൾ പറയും നമ്മൾ ഇവിടുന്ന് കഴിക്കില്ല, ചില സ്ഥലത്തുനിന്ന് ചില തട്ടുകടയിൽ നമ്മൾ ചിലപ്പോൾ കഴിക്കില്ല. നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ഇവര് ഇങ്ങനത്തെ സ്ഥലങ്ങൾ മാത്രം പോയി ഷൂട്ട് ചെയ്തിട്ട് കൊണ്ടുപോയിട്ട് അതിൽ ഭയങ്കര ഒരു ഹെയ്റ്റ് ഉണ്ടാക്കുക. ഇന്ത്യയിൽ നിന്ന് കഴിച്ച് ഞാൻ ഇവിടുന്ന് നാട്ടിൽ പോകുന്ന പറഞ്ഞ സമയത്ത് ഇന്റെ ഒപ്പം ജോലി ചെയ്തിരുന്ന ഒരാൾ എന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളോട്, ശ്രദ്ധിക്കണം കേട്ടോ, ഫുഡ് പോയ്സണിന്റെ ഇഞ്ചക്ഷൻ എടുക്കണേ, ഇത് ചെയ്യണേ എന്നൊക്കെ ഇന്നോടാവണം. അപ്പൊ ഞാൻ പറഞ്ഞു പൊന്നളിയ അവിടെ അങ്ങനെ നല്ല ഫുഡ് കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് എന്ന് പറയുമ്പോ അവര് അതല്ല എന്നാലും ശ്രദ്ധിക്കണം, ഇത് ശ്രദ്ധിക്കണം, ഡയറിയുടെ ഇത് ശ്രദ്ധിക്കണം, ഫുഡ് പോയ്സൺ. അവൻ നമുക്ക് അഡ്വൈസ് തരണം. അവൻ എന്താ നോളജ്? ഒരു 5 റീല് കണ്ടിട്ടുണ്ട് അവൻ. ഇവിടുന്ന് പോകുന്ന ആൾക്കാര് ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്. നിന്റെ വൈഫ് നാട്ടിൽ പോയ സമയത്ത് എന്റെ വൈഫ് ഇപ്പൊ എന്റെ കൂടെ വന്ന സമയത്ത് അവള് ഇഞ്ചക്ഷൻ എടുത്തില്ല. കാരണം ഒബിയസ്ലി ഞാൻ പറഞ്ഞു അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, നമുക്ക് നോക്കി കയറാവുന്നതല്ലേ എല്ലാം എന്നുള്ളത് പറഞ്ഞു. പിന്നെ നമുക്ക് അറിയും ചെയ്യാം. അപ്പോ പക്ഷെ ഞങ്ങള് ആക്ടിവേറ്റഡ് ചാർക്കോള് കൊണ്ടായിരുന്നു. പിന്നെ അങ്ങനത്തെ കുറച്ചൊരു പ്രോബയോട്ടിക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടായിരുന്നു ഇൻ കേസ്. കാരണം ഇവര് ഇത് കഴിച്ച് ശീലമില്ലാത്ത ഒരാൾക്കാർ കൂടെയല്ലേ. അപ്പൊ അത് വേണ്ടിയിട്ട് കൊണ്ടിരുന്നു. പക്ഷെ അതൊന്നും ഉപയോഗിക്കൊണ്ടില്ല. ഞങ്ങൾ മുംബൈ പോയി, ഡൽഹി പോയി, ഞങ്ങൾ ഒരുപാട് സ്ട്രീറ്റ് ഫുഡ് കഴിച്ചേ. ഒരു പ്രശ്നം എവിടെ ഇല്ലേന്നു. എല്ലാം ഓക്കെ. നമുക്ക് ചിലപ്പോ നമ്മള് നല്ലൊരു റെസ്റ്റോറന്റ് പോയി കഴിച്ചിട്ടാവും ഫുഡ് പോയ്സൺ പറയാൻ പറ്റില്ല, ഉണ്ടാവാം. അപ്പൊ നമുക്കറിയില്ല. അപ്പൊ ഈ കാണുന്ന ഇന്ത്യയിൽ എന്ന് പറയുന്നത് നമുക്കൊരു കോസ്റ്റ് ഒരു വലിയ ഘടകമാണ് ഇതില്. അതായത് ഒരു സാധനം 5 രൂപയ്ക്കും കിട്ടും, 15 രൂപയ്ക്കും കിട്ടും. ഈ നമ്മൾ ഈ ബാക്കി കൊടുക്കുന്ന 10 രൂപ ഈ ഹൈജീനും അതിനും വേണ്ടിയിട്ടാണ്. അത് ചില നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന്. ഇന്ത്യയുടെ ഒരു ലോവർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ലോവർ ടു ലോവർ ക്ലാസ് എന്ന് പറയുന്ന ആൾക്കാർ അത്രയും പാവപ്പെട്ടവരാണ്. അവർക്ക് 1 രൂപയും വില കൂടുതലാണ്. ഇപ്പൊ പറഞ്ഞില്ലേ, നമ്മൾ കഴിച്ച ഫുഡിന്റെ വേസ്റ്റ് ആണ് വേറൊരു ആൾക്കാർ കഴിക്കുന്നത്, എന്നിട്ടും അവർ ജീവിച്ചിരിക്കുന്നു.
അത് നമ്മളുടെ ഒരു സർവൈവബിലിറ്റി ആണ് അവിടെ. നമ്മൾ കഴിച്ചു, നമുക്കിതേ ഉള്ളൂ, അത് വെച്ച് അവർ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ നേരെ മറിച്ച് നമ്മൾ ആ ഫുഡ് കഴിക്കാൻ പോയാൽ നമുക്ക് പണി കിട്ടും. ഇത്രയും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു Countryയില് മൊത്തത്തിൽ food ഫീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പോയണം. പക്ഷെ മൊത്തത്തില് ആക്ഷേപിക്കാൻ പറ്റത്തില്ല. നേരെ മറിച്ച് ഇപ്പൊ മുംബൈയുടെ ഡൽഹിയുടെ ഒക്കെ ഓരോ സൈഡ് പോയി കഴിഞ്ഞാൽ ലൈക്ക് ഇറ്റ്സ് ബെറ്റർ ദാൻ യൂറോപ്പ്. അങ്ങനത്തെ പോർഷ് എന്ന് പറഞ്ഞാൽ അത്രയും പോർഷ് ഏരിയകളുണ്ട്. അപ്പോ നമ്മളിപ്പോ കേരളത്തിൽ നോക്കിയാൽ പോലും ചില റെസ്റ്റോറൻറ്റ്സ് അല്ലെങ്കിൽ ചില ഏരിയാസ് ചില സിറ്റിയിലെ നമുക്ക് ഇതുമായിട്ട് ഇക്വാലിറ്റി പറ്റുന്ന അത്രയും നല്ല ഷോപ്പിംഗ് നമ്മുടെ മാൾസ് ഒക്കെ ഇതിന് ക്ലിയർ ആണ് അല്ലേ? നമ്മുടെ കേരളത്തിലെ മാൾസ് ഒക്കെ ഇവിടുത്തെ മാൾസിനെക്കാളും ബെറ്റർ ആയിട്ടുള്ള മാൾസ് ഉണ്ട്, നല്ല ഷോപ്പിംഗ് സ്പോട്ട്സ് ഉണ്ട്. പക്ഷെ നമ്മൾ അവിടെ തന്നെ പോകണം. നമ്മൾ ഈ സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് പോയിട്ട് ഇത് കൊള്ളില്ല, നമുക്കിത് സെറ്റ് നമ്മൾ ആ ഒരു ഏരിയ പോയി വീഡിയോ എടുത്തിട്ട്. ഇതിന്റെ വേറൊരു കോൺസെപ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ബേൽപൂരി, പാനിപ്പൂരി അങ്ങനത്തെ ഇതുണ്ടല്ലോ, അതൊക്കെ ബേസിക്കലി നമ്മൾ സ്ട്രീറ്റിലാണ് കാണുന്നത്. അതും അത്രക്ക് ഹൈജീനിക് പ്ലേസ് ആവില്ല. പക്ഷെ ഇത് ഏറ്റെടുത്തിട്ട് വേറൊരു റെസ്റ്റോറന്റ് അല്ല, ഒരു കൈൻഡ് ഓഫ് കഫേ പോലെ തുടങ്ങിയിട്ട് അത് മാത്രം സെർവ് ചെയ്യണേ. അതായത് നല്ല ക്വാളിറ്റി, നല്ല ഹൈജീൻ. പക്ഷെ ഒബ്വിയസ്ലി പ്രൈസും കൂടും. പക്ഷെ നല്ല ക്വാളിറ്റി, നല്ല ഹൈജീനിക് ആയി കഴിക്കാം. റോഡ് സൈഡിൽ കിട്ടുന്ന സാധനത്തിന് എസ്റ്റാബ്ലിഷ്മെന്റ് ചാർജ് ഇല്ല, മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് വൃത്തിയും വേണം, എന്നാൽ നമ്മൾ ആ കോസ്റ്റ് കൊടുക്കാനും തയ്യാറാണ്. പ്രശ്നം ഇതേ സാധനം ഇപ്പൊ നമ്മള് പോളണ്ടിൽ കിട്ടുന്നുണ്ടല്ലോ അത്യാവശ്യം നല്ല ചാട്ട്. നമ്മള് ഡൽഹി 6 പോയിട്ട് നമ്മള് കഴിച്ചിട്ടുണ്ട്. 10 നാട്ടില് 450-500 രൂപ കൊടുക്കണം. അതെ, കഴിക്കാൻ നാട്ടില് 30 രൂപക്ക് കിട്ടാന്. പാവ്ബജിയുടെ പാവിന് പിന്നെ എക്സ്ട്രാ പാവ് എടുക്കണം എന്നുണ്ടെങ്കിൽ 200 രൂപ കൊടുക്കണം മണ്ണിന്. അപ്പൊ പ്രൈസ് എങ്ങനെയാണ്? അല്ല, നമ്മളിപ്പോ ഇവര് വിചാരിക്കുന്നുണ്ടാവും കാണുന്ന ആൾക്കാരപ്പോ ഇവരെന്താ ഫുഡിനെ പറ്റി ഇങ്ങനെ സംസാരിച്ചിരിക്കണേ. നമ്മൾ ഒബ്വിയസ്ലി നന്നായി മിസ് ചെയ്യണ്ടേ. നാട്ടിലെ ഫുഡിനെ പറ്റിയാണ് എപ്പോഴും ചർച്ച. ഫുഡ് എന്ന് പറയുന്നത് അത് പ്രേക്ഷകർക്ക് കേൾക്കുന്ന ആൾക്കാർക്കും ഫുഡ് ഒരു മടുക്കാത്തൊരു ടോപ്പിക് ആണ് ശരിക്കും. അല്ല, ഇവിടുത്തെ വിഷയം എന്ന് വെച്ചാൽ നമുക്ക് കുക്ക് ചെയ്യാനും അറിയാം, അല്ലെങ്കിൽ കുക്ക് ചെയ്യാൻ അറിയാന്നുള്ള ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്, റെസിപ്പി അറിയാം, എല്ലാം അറിയാം, സാധനം കിട്ടാനില്ല. സാധനം അവൈലബിലിറ്റി ഒക്കെ കുറവുണ്ട്. ഇപ്പൊ യു കെ ഒക്കെ ഇപ്പൊ കുറെ ഭയങ്കര ദുബായിമാരൊക്കെ എല്ലാം അവൈലബിൾ ആണ്. പോളണ്ട് എസ്പെഷ്യലി, ജർമ്മനിയൊക്കെ കുറച്ചും കൂടി ഉള്ളത്, പോളണ്ടിൽ കുറച്ചും കൂടി ആവാനുണ്ട് ഇനിയും. അപ്പൊ വരുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ ഇത് കണ്ട് പോളണ്ടിക്കൊക്കെ വരാൻ ആൾക്കാർ കുറച്ചൊക്കെ പ്രിപ്പയർ ചെയ്യണം, പിന്നെ അഡാപ്റ്റ് ചെയ്യാൻ പഠിക്കണം അല്ലെ? എല്ലാ ഫുഡും കഴിക്കാൻ പഠിക്കണ്ടേ? ബ്യാവി കഴിക്കും, റൈസ്, അതൊക്കെ നമ്മളിങ്ങനെ നമ്മൾ ഈ പുറത്തു പോയി പഠിക്കുക, പുറത്തു പോയി താമസിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മള് ഇങ്ങനെയും കൂടി പ്രിപ്പയർ ആയിക്കാണല്ലോ. നമ്മള് ലൈഫ് പഠിച്ചിട്ടുണ്ട് എന്തായാലും പോളണ്ടി വന്നിട്ട്. നാട്ടിൽ വന്നിട്ട് ഞാൻ ഇത് കഴിക്കില്ല, ഇതില് മുരിങ്ങക്ക ഇട്ടോ അല്ലെങ്കിൽ ഇതില് വേറൊരു സാധനം ഇട്ടോ, ഇന്നും പുട്ടാണോ പറ്റില്ല. പക്ഷെ ഇവിടെ വന്നിട്ട് ഇത് നമ്മൾ അന്ന് റിജക്ട് ചെയ്ത സാധനം ഒന്ന് കഴിക്കാൻ വേണ്ടിട്ട് നമ്മളിങ്ങനെ കൊതിച്ചിരിക്കും എവിടെയെങ്കിലും കിട്ടാൻ. അതെ അതെ, സത്യമാണ്. അതിന്റെ വേറൊരു എക്സാമ്പിൾ എന്താ, എനിക്ക് നാട്ടില് സുഖിയൻ ഇഷ്ടമല്ല. അപ്പൊ 2 ദിവസം മുന്നേ മേഘ എനിക്ക് ഒരു ചെറുപയർ ഇതേമാതിരി എന്തോ സാധനം ഉണ്ടായി തന്നു, സുഖിയന്റെ ഫില്ലിങ് മാതിരിയുള്ള. അത് കഴിച്ചിട്ടേ ഫുള്ള് പഠിച്ച് കഴിച്ചു. നമ്മളാ മെമ്മറീസ് പോയിരിക്കുന്നു. നാട്ടിൽ നിന്ന് സുഖിയനൊക്കെ അതാണ് നമ്മള് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമുക്ക് സാമ്പാറിന്റെ കാര്യം. അതെ, സാമ്പാർ എനിക്ക് നാട്ടിൽ നിന്ന് ഇഷ്ടമല്ല. ഇവിടെ വന്നിട്ടും പലരും ട്രൈ ചെയ്തു. ട്രിവാൻഡ്രത്ത് തേങ്ങ അരക്കാറില്ല, കഴിച്ചു നോക്ക് പറയും, എനിക്കിഷ്ടമല്ല. പക്ഷെ പിന്നെ കുറെ കാലം അത് കഴിക്കാതെ എനിക്കിപ്പോ ചിലപ്പോ ഞാൻ ഇപ്പൊ മേഘ ഉണ്ടാക്കുമ്പോൾ ഞാൻ കഴിക്കും, എന്നിട്ട് എനിക്കത് ആ മെമ്മറി ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് എനിക്കത് ഇഷ്ടപ്പെടുകയാണ്. അത് എനിക്ക് തോന്നുന്നത് മനുഷ്യന്മാര് നമ്മൾ ഈ റൂട്ട്സിക്ക് നമ്മൾ വന്ന ആ ഭാഗത്തേക്ക് വേണ്ടി പോവാൻ വേണ്ടിയിട്ടാണ് ഒരു ജേണി അല്ലേ? അപ്പോ പിന്നെ അൾട്ടിമേറ്റ്ലി ഫുഡ് സർവൈവൽ അത്രേ ഉള്ളൂ. നമ്മളെ ഒരു ബോഡിക്ക് എനർജി വേണ്ടി ന്യൂട്രീഷൻ വാല്യൂസ് നോക്കി കഴിക്കുക. അല്ല, ഇതില് ഈ ഒരു കാര്യത്തില് നൗഫലിനും ഹരിക്കും മാത്രമേ അതിന് കോംപ്ലിമെന്റ് പോവുള്ളൂ. ഡിസിപ്ലിൻ വെച്ച് ചെയ്യണ്ടല്ലോ. ഒട്ടുമില്ലാത്ത മനുഷ്യൻ ഞാനാണ്. ഫുഡ് ഇപ്പൊ ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് പറയാൻ താല്പര്യമുണ്ടോ?
എന്തൊക്കെ ഇവൻ ഞാൻ പറയണേ അങ്ങനെയല്ല, ഹൈഡ് നീ കേരള ഫുഡല്ലേ കൂടുതൽ കഴിക്കാൻ, എന്നിട്ട് ഷർട്ട്ലെസ് ഫോട്ടോ ഇവിടെ ഇടാ വെറുതെ ഫീമെയിൽ ഓഡിയൻസിന് പ്രചോദനം. അല്ല ഇത് കൊടുക്ക തമ്മിൽ ഇടാ ഇങ്ങനെ നിക്കണേ. അല്ല ഈ അത്യാവശ്യം ഫുഡ് ഹെൽത്തി ആയിട്ട് വർക്കൗട്ട് ഒക്കെ ചെയ്യണ്ട. അപ്പൊ എനിക്ക് ഇന്ത്യൻ ഫുഡ് കഴിച്ച് നൗഫൽ എന്ന് പറഞ്ഞാൽ അവൻ വർക്കൗട്ട് ചെയ്യെങ്കിലും പക്ഷെ അവൻ കഴിക്കുന്നത് ഇന്ത്യൻ ടൈപ്പ് ഫുഡ് അല്ല. ഈ ഇന്ത്യൻ ടൈപ്പ് ഫുഡ് കഴിച്ചിട്ടും അത് നമുക്ക് പറ്റുണ്ടോ? എനിക്കൊരു ദിവസം ചോറില്ലാണ്ട് ഡേ കംപ്ലീറ്റ് ആവൂല. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യണ എനിക്കറിയാലോ, കിച്ചണിലായോണ്ട് രാവിലെ ഉച്ചയ്ക്കും ഒക്കെ പോളിഷ് തന്നെയാണ്. അതും മറ്റേ ഡയറ്റ് കാറ്ററിംഗ് ആയതുകൊണ്ട് മസാലയും സാധനങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ കൂടുതൽ കഴിക്കുന്നത് അതാണ്. വർക്കിന് പോണ ദിവസം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും അവിടുന്ന്, പിന്നെ ഡിന്നർ ഇതേപോലെ തന്നെ ചോറും. ഞാൻ കൂടുതൽ മേടിക്കുന്നത് മറ്റേ ചിക്കൻ ബ്രസ്റ്റ് ആണ്, മറ്റേ ഫാറ്റ് ഇതാക്കിയിട്ട്. പിന്നെ ഇതേപോലെ പോർക്ക്, അത് ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെയൊക്കെ കടുകിട്ട് വെക്കും. കടുകറിയിൽ ഇച്ചിരി പോർക്ക് വറുത്തത് അങ്ങനെയൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്യണത്. പിന്നെ ഇതേപോലെ വർക്കൗട്ട് ചെയ്യാൻ കുറച്ച് താല്പര്യം ഉള്ളതുകൊണ്ട് പക്ഷെ അത് പറ്റും. ഇന്ത്യൻ ഫുഡ് വെച്ചിട്ട് എന്തായാലും പറ്റും. ഞാൻ നാട്ടിൽ ഇതേപോലെ ഞാൻ നാട്ടിലായിരുന്നപ്പോ നമ്മള് വേറെ പ്രോട്ടീൻ എടുക്കൽ അങ്ങനത്തെ പരിപാടിയൊന്നുണ്ടായില്ല. പക്ഷെ കണ്ടിന്യൂസ് ജിമ്മിൽ പോയിരുന്നു. വീട്ടിലുള്ള ഫുഡ് തന്നെ ഉള്ളൂ. പുറത്തുനിന്ന് പ്രോട്ടീൻ ഇത്ര മേടിച്ച് കഴിക്കുക, ചിക്കൻ ഇത്ര മേടിച്ച് കഴിക്കുക, അങ്ങനെയൊന്നുമില്ല. കഴിക്കണ ഒരു എമൗണ്ട് കൂടുതൽ കഴിച്ച് അങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു വർഷം ഞാൻ നല്ല രീതിക്ക് പോയായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നമുക്കൊരു ഇത് കിട്ടി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഒരു 3 days ഞാൻ മാക്സിമം പോകാൻ നോക്കും ജിമ്മിൽ. പിന്നെ ഫുഡ് ഇതേപോലെ തന്നെ ഓവർ കഴിക്കലിപ്പോൾ നിർത്തി, അത്യാവശ്യം കഴിക്കുക അങ്ങനെയൊക്കെ. അപ്പോൾ അതാണ് ഡയറ്റായിട്ട് ഇപ്പം എടുക്കേണ്ട കാര്യം ഒന്നുമില്ല. വണ്ണം കുറയാനൊക്കെ റെഗുലർ എക്സസൈസ് കഴിക്കാം. അതായത് ക്വാണ്ടിറ്റി കൂടാണ്ട് നാമതിര, ക്വാണ്ടിറ്റി കൂടുതൽ എന്ത് കഴിച്ചാലും നമുക്കതൊരു ഇപ്പൊ നീ ഇത് ചെയ്തിട്ടില്ലേ, ഒരു ഡയറ്റീഷ്യൻ ട്രെയിനറിന്റെ ഒരു ബേസിക് സർട്ടിഫിക്കേഷൻ ഒക്കെ ചെയ്ത ആളല്ലേ? അപ്പൊ എനിക്കല്ല ചെയ്തല്ലേ, അത് തമാശയല്ലല്ലോ. അപ്പൊ അത് എങ്ങനെയാ അപ്പൊ അല്ലേ ക്വാണ്ടിറ്റി? അതായത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഞാൻ അത്ര വലിയ ഫിസിക്കൽ ആളൊന്നുമല്ല, എന്നാലും ഞാൻ കൈൻഡ് ഓഫ് ബാലൻസ് ഓൾവേസ് മെയിൻറ്റെയിൻ. അതായത് ഇപ്പോ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മള് ഇത്ര ഒരു മനുഷ്യ ശരീരത്തിന് എസ്പെഷ്യലി ഫോർ അത്ലറ്റ്സ് ഓർ മസിൽ ബിൽഡിംഗ് ആണെങ്കിലും സർട്ടൻ കൈൻഡ് ഓഫ് പ്രോട്ടീൻസ് നമുക്ക് ഡെയിലി ഇൻടേക്ക് വേണം. അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് ബി ബാലൻസ് വിത്ത് കാർബ്സ് ആൻഡ് ഫാറ്റ്. സോ അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് പ്രൊപ്പോർഷൻ കറക്റ്റ് ആയാലും നമുക്ക് വേണ്ട ഒരു ഫിസിക്കോ, അതായത് ഏതോ ഒരു ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്, 80% ഇറ്റ്സ് ബേസ്ഡ് ഓൺ വാട്ട് വി ഈറ്റ് ആൻഡ് 20% ദി എക്സസൈസ്. നമ്മളൊരു ഈവൻ ദ തിങ്കിങ് ഈസ് ബേസ്ഡ് ഓൺ ഹൗ വി ഈറ്റ്. ജിമ്മിലൊന്നും പോവാണ്ട് നല്ല ഫുഡ്, അതായത് ക്വാളിറ്റി ഉള്ള ഫുഡ് കറക്റ്റ് അളവിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്ക് തന്നെയാവും. നമ്മള് പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിലും 80% അച്ചീവ് ആയി അവിടെ. പിന്നെ അതിന്റെ കൂടെ ഒരു വർക്കൗട്ടും കൂടി പെർഫെക്റ്റ് ആയി. അങ്ങനെയാണ് അതിന്റെ ഒരു. പിന്നെ നമ്മുടെ നാട്ടില് പറയല്ലോ, അമൃതമായാൽ അമൃതവും അമൃതമായാൽ അമിതവും. അതായത് അമിത ഇപ്പൊ എത്ര നല്ല വർഷം ഇപ്പൊ മമ്മൂട്ടി പറയണ പോലെ ഇല്ലേ, ഇഷ്ടമുള്ളത്രോളം കഴിക്കും പക്ഷെ ഇഷ്ടമുള്ളതൊക്കെ കഴിക്കും പക്ഷെ ഇഷ്ടമുള്ള അത്രത്തോളം കഴിക്കൂല. അതാണ് നമ്മുടെ എൻഡിങ് നോട്ട്. അതൊന്നും നോക്കണ്ട, പറയാനൊന്നും ചെയ്യണമെന്ന് ആവശ്യമില്ല. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് എന്താ കഴിക്കാൻ കഴിക്കാൻ പോകുന്ന അപ്പോള് നല്ല ടേസ്റ്റ്. അപ്പൊ താങ്ക് യു അഭിലാഷ് ഫോർ കമ്മിങ്. താങ്ക് യു ഹരി. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരണം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, അതുകൊണ്ട് ഇനിയും വരണം. ഇത് ഒരു വലിയ ടോപ്പിക്കാണ്. അതെ, നമ്മളിനി ഇടയ്ക്കിടയ്ക്ക് ഇവരൊക്കെ ഇവിടെ ഉള്ള ആൾക്കാരെ പറ്റി മാത്രമേ സംസാരിച്ചുള്ളൂ. ഇവരെ ലൈഫിലുള്ള വേറെ കുറെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഭയങ്കര കാര്യങ്ങളുണ്ട്. എന്റെ ലൈഫിലൊന്നും ഇല്ല കേട്ടോ, നടക്കാൻ പോയല്ലേ ഇനി. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്തൊരു വരുന്നതാണ്. So thank you for watching guys. See you. Bye. ബൈ ബൈ. അവിടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു.
താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. നമ്മൾ കാണുന്ന പലരും സബ്സ്ക്രൈബ് ചെയ്യണില്ല. അത് മോശമാണ്, വളരെ മോശമാണ് അത്. അപ്പൊ കണ്ട് ഇഷ്ടപ്പെട്ടായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാ. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചെയ്യാം. ആ ഇപ്പോഴൊക്കെ ഇങ്ങനെ ചെയ്തോളൂ. നമ്മളൊരു പ്രചോദനം. അതെ അതെ, നമ്മളിപ്പോ നമ്മള് ജേണി കാണാന്ന് പണ്ട് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ജേണി പകുതിയും കൂടി എത്തിയിട്ടില്ല. ഇതൊരു ഭയങ്കര ലോങ് ജേണിയാണ്. അപ്പൊ നമ്മുടെ ഒപ്പം കൂടുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ഞെക്കുക, പിന്നെന്താ ഉള്ളത്, കമന്റ് ചെയ്യുക, അല്ലേ, ഷെയർ ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക, പിന്നെ റിയാക്ട് ചെയ്യുക, എല്ലാം ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.